السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، اللهم اغفر لنا ورحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. പ്രിയ സഹോദരങ്ങളെ, മയ്യിത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട് അല്പഭാഗം നമ്മൾ ഓതിക്കഴിഞ്ഞു. തുടർന്ന് അതിന്റെ ഭാഗങ്ങൾ തന്നെ കുറച്ചുകൂടി ഓതാനുണ്ട്. മയ്യിത്ത് കുളിപ്പിക്കേണ്ട രീതി ആയിരുന്നു ഇന്നലെ നമ്മൾ പറഞ്ഞത്. എന്നാൽ മയ്യിത്ത് കുളിപ്പിക്കേണ്ടത് ആരാണ്, അതിന്റെ ക്രമം എന്താണ് എന്ന് തുടങ്ങി ചുരുക്കം ചില കാര്യങ്ങൾ പിന്നീട് കഫൻ ചെയ്യുന്നതിനെ കുറിച്ചുമാണ് തുടർന്ന് ഇന്ന് ഓതാനുള്ളത്. എവിടെ നമ്മളെ ആലൂരൊക്കെ എത്തിയിട്ടില്ലേ? ഉണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആമുഖം പറഞ്ഞ് നീട്ടണ്ട, വേഗം ഓതിയാല് കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. അവിടത്തേക്ക് 2 മണിക്കൂർ സമയം കിട്ടാൻ പ്രയാസാണ്. 1.5 മണിക്കൂർ, ഏകദേശം 6 മണിയാവും പോകാൻ. ഇപ്പൊ മഗ്‌രിബ് മുന്നോട്ട് വന്ന് ഏകദേശം 6:37 38 ഒക്കെ കൊടുക്കുന്ന സമയം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم وبه نستعين. فرع. الرجل أولى بغسل الرجل. അവിടെ തന്നെയല്ലേ? തന്നെ. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ, ഈ മരണപ്പെട്ട വ്യക്തി പുരുഷനാണെങ്കിൽ പുരുഷന്മാര് കുളിപ്പിക്കുകയാണ് വേണ്ടത്. ഇനി സ്ത്രീയാണ് മരണപ്പെട്ടതെങ്കിൽ സ്ത്രീകളാണ് അവരെ കുളിപ്പിക്കേണ്ടത്. എന്നാൽ ചില പ്രത്യേക സാഹചര്യത്തിൽ സ്ത്രീകളും കുളിപ്പിക്കേണ്ടി വരും. അതുപോലെ തന്നെ പുരുഷന്മാര് സ്ത്രീകളെയും കുളിപ്പിക്കേണ്ടി വരും. അത് പിന്നെ വരും. അതാണ് അർ-റജുലു, പുരുഷനാണ് ഔലാ ബിഗുസ്ലിർ റജുലി എന്ന് പറഞ്ഞത്. പുരുഷന്മാരായ മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരെ മയ്യിത്ത് കുളിപ്പിക്കാൻ സ്ത്രീകളെക്കാൾ അർഹത പുരുഷന്മാർക്കാണ്. അപ്പൊ അതിൽ തന്നെ മനസ്സിലായി, ചിലപ്പോൾ അർഹതയുള്ള സ്ത്രീകളും ഉണ്ടായേക്കാം. ഏറ്റവും അർഹത പുരുഷന്മാർക്കാണ് എന്ന് പറഞ്ഞതുകൊണ്ട്. അതുപോലെ തന്നെ വൽ മർഅത്തു, മരണപ്പെട്ട വ്യക്തി സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീയുടെ മയ്യിത്ത് കുളിപ്പിക്കേണ്ടത് ഔലാ ബിഗുസ്ലിൽ മർഅത്തി, സ്ത്രീയാവുന്ന വ്യക്തിയുടെ മയ്യിത്ത് കുളിപ്പിക്കാൻ പുരുഷന്മാരെക്കാൾ കൂടുതൽ അർഹത സ്ത്രീക്കാണ്. ഇനി എന്റെ മാറ്റം. എന്നാൽ വലഹു, ഒരു പുരുഷന് അനുവദനീയമാണ്, ഔല അല്ലെങ്കിലും ജായിസാണ്, ഒസുലു ഹരീരത്തിൻ, അങ്ങനെയാണ് അവിടെ എഴുതിയ. അതായത് ഹരീലത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവന് ഭാര്യ, അതുപോലെ തന്നെ
തസരി ചെയ്തിരുന്ന അടിമ സ്ത്രീ തുടങ്ങി അവന് ഹലാലാവുന്ന, കാണലും തൊടലും ഹലാലാവുന്ന ആളുകൾ, അതിപ്പം ഉമ്മയാവാം, മകളാകാം, ഇങ്ങനെ കാണലും തൊടലും ഹലാലാവുന്ന സ്ത്രീകളെ പുരുഷന് കുളിപ്പിക്കാം. പക്ഷേ കുളിപ്പിക്കാന്ന് പറയുമ്പോ ബന്ധപ്പെട്ട സ്ത്രീകളല്ലെങ്കിൽ അന്യ സ്ത്രീകളും, അല്ലെങ്കിൽ അതിന്റെ തൊട്ട് താഴെ സ്ഥാനത്ത് ഈ പുരുഷൻ വരുന്നുള്ളൂ. സ്ത്രീകൾക്ക് അവരുടെ അന്യ പറയും, സ്ത്രീകളുടെ മയ്യത്ത് കുളിപ്പിക്കാനുള്ള സ്ത്രീകളിൽ ഏറ്റവും അർഹത അവരുമായി രക്തബന്ധത്തിലുള്ള ആളുകളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ടുള്ള ബന്ധപ്പെട്ട ബന്ധുക്കളാണ്. അതൊന്നുമില്ലെങ്കിൽ അന്യ സ്ത്രീകളാണ്. അതും കഴിഞ്ഞിട്ടാണ് ഈ ഹലീലായിരിക്കുന്ന പുരുഷൻ. അത് ഭർത്താവ്, അതുപോലെ തന്നെ ബാപ്പ തുടങ്ങിയ തൊട്ടാലും ഹലാൽ, തൊടലും കാണലും ഹലാലാവുന്ന പുരുഷൻ. ദർജ കൊണ്ട് സ്ത്രീകളുടെ അന്യ സ്ത്രീകളുടെയും താഴെയാണെങ്കിലും ജായിസാവും. ഇനി വലി സൗജത്തിൻ, എന്നാൽ ഭാര്യക്ക് ജായിസാൻ. ലാ അമത്തിൻ, ഭാര്യക്ക് ജായിസാണ്, പക്ഷേ അടിമ സ്ത്രീയാണ്. ഇവൻ തസരി ചെയ്തിരുന്ന ഒരു അടിമ സ്ത്രീ ഉണ്ട്. എന്നാൽ സയ്യിദ് മരണപ്പെട്ടാൽ ഈ അടിമ സ്ത്രീക്ക് സയ്യിദിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അവകാശമില്ല. അതിന്റെ കാരണം ഈ വ്യക്തി മരിച്ചതോടുകൂടി അദ്ദേഹത്തിന്റെ ധനത്തിൽപ്പെട്ട ഒരു ധനം ആണല്ലോ ഈ അടിമ സ്ത്രീയും. അപ്പം ഉടമക്കാരൻ മരണപ്പെട്ട ആ ജ്ഞാനത്തി അടിസ്ത്രീ എന്റേതല്ലാതെയും ഉടമയിൽ വരികയും, അതുകൊണ്ട് സയ്യിദാവുന്ന ഈ വ്യക്തിയുടെ മയ്യത്ത് കുളിപ്പിക്കാൻ ഈ അടിമ സ്ത്രീക്ക് അവകാശമില്ല. അതേസമയത്ത് ഭാര്യ അങ്ങനെയല്ല, ഭാര്യക്ക് പറ്റും. അവര് സൗജത്തിൻ ഓസുരു സൗജിഹ, മരണപ്പെട്ട തന്റെ ഭർത്താവിനെ കുളിപ്പിക്കൽ, മയ്യത്ത് കുളിപ്പിക്കൽ ഭാര്യക്ക് ജായിസാണ്. അപ്പൊ ചോദിക്കും, ഭാര്യ എന്നുള്ളത് വഫാത്തായതോടുകൂടി ഭാര്യ അന്യ സ്ത്രീ ആയില്ലേ? അങ്ങനെ അടിമ മറ്റൊരാളുടെ ഉടമയിലാകുന്നത് പോലെ ഈ സൗജിയത്തിന്റെ ബന്ധം മുറിഞ്ഞു പോകുന്നില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ, ഈ ഭാര്യ വരോ നഖത്ത് വൈറഹു, ഈ മരണപ്പെട്ട വ്യക്തി അല്ലാത്ത മറ്റൊരു വ്യക്തിക്ക് ഈ സ്ത്രീ നിക്കാഹ് കഴിഞ്ഞുപോയി എന്നാലും പറ്റും. അതിപ്പോ എങ്ങനെയെന്ന് വെച്ചാല്, പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയായിരുന്നു, ഭർത്താവ് രോഗിയാണെന്ന് വെച്ചോളി, അല്ലെങ്കിൽ പെട്ടെന്ന് അറ്റാക്കായിട്ട് മരിച്ചു നിൽക്കാം. പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന ഭാര്യ അങ്ങനെ ഉണ്ടാവുമ്പോ പെട്ടെന്ന് ഭർത്താവ് മരണപ്പെട്ട് താമസിയാതെ ഈ സ്ത്രീ പ്രസവിച്ചു. അപ്പോ പ്രസവിച്ചു കഴിഞ്ഞതോടുകൂടി കഴിഞ്ഞല്ലോ. ഉലാത്തുൽ അഹ്മാലി അജലുഹുന്ന അയവാന ഹംലഹുന്ന എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഗർഭിണികളാണെങ്കിൽ അവര് ഇദ്ദ ചെയ്യേണ്ട കാലം പ്രസവിക്കുന്നത് വരെയാണ്. അല്ലെങ്കിൽ ഹൈറുണ്ടാവുന്നവളാവട്ടെ അല്ലാത്തവളാവട്ടെ 4 മാസവും 10 ദിവസവുമാണ് വഫാത്തിന്റെ ഇദ്ദ വേണ്ടത്. എന്നാൽ ഗർഭിണിയാണെങ്കിൽ 4 മാസവും 10 ദിവസവും എന്ന കണക്കല്ല വരിക, പ്രസവം എന്നതാണ്. അപ്പോ ഭർത്താവ് മരിച്ച അടുത്ത മിനിറ്റിൽ തന്നെ ഈ സ്ത്രീ പ്രസവിച്ചപ്പോ അവളുടെ ഇദ്ദ കഴിഞ്ഞപ്പോ മറ്റൊരാള് ഇവളെ കല്യാണം ചെയ്യാൻ താല്പര്യം കാണിച്ചു, അവൾ അതിന് സമ്മതവും കൊടുത്തു, അങ്ങനെ നിക്കാഹ് കഴിഞ്ഞു. ഇപ്പൊ ഇവൾ രണ്ടാമത് മറ്റൊരു ഭർത്താവിന്റെ ഭാര്യയായി മാറി.
ആദ്യത്തെ ഭർത്താവിന്റെ മയ്യത്ത് കുളിപ്പിച്ചിട്ടുമില്ല. എന്നാൽ ഈ മയ്യത്ത് കുളിപ്പിക്കുന്നതിന് അവൾക്ക് തടസ്സമില്ല. പക്ഷേ ഇവിടെ ഭാര്യന്റെ മയ്യത്ത് ഭർത്താവ് കുളിപ്പിക്കുകയോ ഭർത്താവിന്റെ മയ്യത്ത് ഭാര്യ കുളിപ്പിക്കുകയോ ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കലാണ് സുന്നത്ത്? ബിനാ മസ്സിൻ, മറ കൂടാതെ തൊടാതിരിക്കണം. തൊടല് കൂടാതെ കുളിപ്പിക്കണം എന്ന് പറഞ്ഞാൽ മറയോടുകൂടി കൈക്കുറട്ടിട്ട് തൊട്ടോട്ടെ, അതിന് കുഴപ്പമില്ല. കൈക്കുറയില്ലാതെ തൊടൽ ഹറാമായത് കൊണ്ടല്ല, മറിച്ച് തൊട്ട വധു മുറിയല്ലോ. ഭാര്യനെ തൊട്ടാൽ ഭർത്താവിന്റെ വധു മുറിയും, ഭർത്താവിനെ തൊട്ടാൽ ഭാര്യന്റെ വധു മുറിയും. അപ്പൊ ഈ മയ്യത്ത് കുളിപ്പിക്കുന്ന ഭാര്യ അല്ലെങ്കിൽ ഈ മയ്യത്ത് കുളിപ്പിക്കുന്ന ഭർത്താവ് വുളു ചെയ്തിരിക്കൽ മുഅക്കദായ സുന്നത്താണ്. ആ വുളു മുറിഞ്ഞു പോകും തൊട്ടാല്, അപ്പൊ ഒരു സുന്നത്ത് നഷ്ടപ്പെടുമെന്ന് അതാ പറഞ്ഞത്. അല്ലാതെ മയ്യത്തിന് വുളു കൊടുക്കണം, മയ്യത്തിന്റെ വുളു മുറിയൊന്നല്ല പറയുന്നത്. മയ്യത്തിന് തക്ലീഫില്ല. പക്ഷെ ഈ മയ്യത്തിനെ കുളിപ്പിക്കുന്ന ഭാര്യയുടെ മയ്യത്തിനെ കുളിപ്പിക്കുന്ന ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവിന്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന ഭാര്യ വുളു ചെയ്യണം എന്നത് മുഅക്കദായ സുന്നത്താണ്. പക്ഷെ അതിവിടെ പറഞ്ഞിട്ടില്ല, അത് പറയേണ്ടതാണ്. മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുകൾക്ക് മുഅക്കദായ സുന്നത്താണ് വുളു ചെയ്തുകൊണ്ട് മയ്യത്ത് കുളിപ്പിക്കൽ. മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ കുളിക്കൽ. മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ കുളിക്കൽ വുജൂബാണോ അല്ലേ എന്നതിൽ ഇമാമിങ്ങൾക്ക് ഖിലാഫ് വരെയുണ്ട്. അത്രയും മുഅക്കദായ സുന്നത്താണ് ഇത്. മയ്യത്ത് കുളിപ്പിച്ച വ്യക്തി കുളിക്കൽ, അത് മയ്യത്ത് കുളിപ്പിക്കുന്നതിനെ പറ്റി പറയേണ്ട ബാബിൽ തന്നെ പറയേണ്ടതാണ്. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടില്ല, നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഈ വുളു മുറിയും തൊട്ടാൽ അതേ കുഴപ്പം. അപ്പോ ഒരു സുന്നത്ത് മുഅക്കദായ ഒരു സുന്നത്ത് നഷ്ടപ്പെടും. ആ സുന്നത്ത് നഷ്ടപ്പെടാതിരിക്കാൻ ഈ ഭർത്താവിന്റെ മയ്യത്ത് ഭാര്യ കുളിപ്പിക്കുമ്പോൾ മറയോട് കൂടിയ തൊടാവൂ, മറ ഇല്ലാതെ തൊടാൻ പാടില്ല. ഭാര്യന്റെ മയ്യത്ത് ഭർത്താവ് കുളിപ്പിക്കുകയാണെങ്കിലും തന്നെ മറയോട് കൂടിയ തൊടാൻ പാടുള്ളൂ, അല്ലാതെ തൊടാൻ പാടില്ല. അഥവാ തൊട്ടാ വുളു മുറിയും. വുളു മുറിഞ്ഞാൽ ഒരു മുഅക്കദായ സുന്നത്ത് നഷ്ടപ്പെടും. അല്ലാതെ കുളി ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ഭർത്താവിന്റെ മയ്യത്ത് ഭാര്യ തൊടരോ ഭാര്യന്റെ മയ്യത്ത് ഭർത്താവ് തൊടരോ ഹറാമാവുകയോ ഇല്ല. അതല്ല പറയുന്നത്. മനസ്സിലായില്ലേ? അത് പ്രത്യേകം മനസ്സിലാക്കണം. മറയില്ലാതെ തുടരുത് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തു വേണം? വലിയൊരു ഫുഹർക്കത്തൻ, ഒരു തുണിക്കഷ്ണം പോലത്തത് ചുറ്റുക. ഇപ്പൊ എളുപ്പമാണ്, ഗ്ലൗസ് ഇട്ടാൽ മതി. അലായദിൻ കയ്യുമല്. അപ്പൊ ഈ മയ്യത്ത് പെണ്ണിന്റെ ഭാര്യന്റെ മയ്യത്ത് ഒളിപ്പിക്കുന്ന ഭർത്താവ്, ഭർത്താവിന്റെ മയ്യത്ത് ഒളിപ്പിക്കുന്ന ഭാര്യ നേരെ കൈയോട് തൊടാതെ തുണിയിൽ കൈകൊണ്ട് കൈക്ക് തുണി ചുറ്റിയിട്ടോ അല്ലെങ്കിൽ കൈക്ക് ഗ്ലൗസ് ഇട്ടിട്ടോ കുളിപ്പിക്കുക. ഇനി ഫൈൻ ഖാലഫ, അതിന് വിപരീതമായിട്ട് കൈക്ക് മറയൊന്നും ഇല്ലാതെ നേരിട്ട് കൈ കൊണ്ട് തന്നെ ഭാര്യയുടെ മയ്യത്ത് ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവിന്റെ മയ്യത്ത് ഭാര്യ കുളിപ്പിച്ചു എന്ന് വെക്ക. എന്നാൽ എന്താ പ്രശ്നം? കുളി സയ്യാവും, കുളിക്ക് കുഴപ്പമൊന്നുമില്ല. സഹൽ ഉസുലു, കുളി സയ്യാവും. പിന്നെന്താ പ്രശ്നം? കുളിപ്പിക്കുന്ന ആൾക്ക് വുളു ഉണ്ടായിരിക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞ ആ വുളു നഷ്ടപ്പെട്ടു പോകുന്നു. അതാ പറഞ്ഞത്. എന്നാൽ ഈ മരിച്ച മയ്യത്തിന്റെ അരികെ ഹാളറായിട്ടില്ലെങ്കിൽ ആരല്ലാതെ ഇല്ല അജ്നബിയുൻ, ഒരു അന്യപുരുഷൻ, തൊടൽ ഹറാമും കാണൽ ഹറാമുമായ ഒരു അന്യപുരുഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പുറനാട്ടുകാർ നയിക്കൊള്ളുന്നില്ല. എളാപ്പാന്റെ മകനാണ്, അല്ലെങ്കിൽ മൂത്താപ്പാന്റെ മകനാണ്, അല്ലെങ്കിൽ അമ്മാവന്റെ മകനാണ്, അല്ലെങ്കിൽ ഇളയമ്മാന്റെ മൂത്തമ്മാന്റെ മകനാണ്. ഇതൊക്കെ അന്യര് തന്നെയാണ്. ഇങ്ങനെ തൊടലും കാണലും പാടില്ലാത്ത അന്യനായ ഒരു പുരുഷനേ ഉള്ളൂ മരിച്ച മയ്യത്താണ്. അതല്ലെങ്കിൽ അജ്നബിയത്തുൻ, ഒരു അന്യ സ്ത്രീ എന്ന് പറഞ്ഞാൽ അതിപ്പോ എളാപ്പാന്റെ മകള്, മൂത്താപ്പാന്റെ മകള്, ഇളയമ്മാന്റെ മകള്, മൂത്തമ്മാന്റെ മകള്, അമ്മായിന്റെ മകളൊക്കെ പെട്ട്. ഇങ്ങനെ തൊടലും കാണലും അനുവദനീയമല്ലാത്ത ഒരു അന്യ സ്ത്രീയെ ഹാജറായുള്ളൂ ഡഫിൻ റജുലി, പുരുഷൻ മരിച്ചോർത്ത്. എന്നാൽ എന്താ ചെയ്യണ്ട്? ഈ മയ്യത്തിനെ കാണാനോ ഈ മയ്യത്ത് തൊടാനോ ഈ പുരുഷന് പാടില്ല, ഈ സ്ത്രീക്ക് പാടില്ല. അതായത്
ജീവിതകാലത്ത് കാണലും തൊടലും ഹലാലായ ആളുകൾക്ക് മാത്രമേ മരണശേഷവും കാണാനും തൊടാനും പാടുള്ളൂ. അപ്പൊ ജീവിതകാലത്ത് തൊടലും കാണലും ഹറാമായ പുരുഷന്മാരേ ഉള്ളൂ. ഒരു പെണ്ണ് മരിച്ചപ്പോ അല്ലെങ്കിൽ ഒരു പുരുഷൻ മരിച്ചപ്പോ അങ്ങനെ തൊടലും കാണലും ഹറാമായ സ്ത്രീകളെ അവിടെ ഉള്ളൂ. എന്നാൽ എന്താ വേണ്ടത്? യുമ്മിമൽ മയ്യിത്തു കണ്ടോ, അതിന്റെ ഇടയ്ക്ക് വിശദീകരണമൊക്കെ ഉണ്ട്, അവർ ചുരുക്കി പറഞ്ഞതാ. മയ്യത്തിനെ മറകൂടാതെ തൊടാതെ മയ്യത്തിന്റെ ശരീരത്തിലേക്ക് നോക്കാതെ കുളിപ്പിക്കാൻ സൗകര്യമുണ്ടെങ്കിൽ അങ്ങനെ കുളിപ്പിക്കണം. ഇപ്പോഴൊക്കെ അത് സൗകര്യം വ്യാപകമാണ്. എങ്ങനെ? മയ്യത്ത് ഒരു തുണി കൊണ്ട് പൂർണ്ണമായും മൂടി, എന്നിട്ട് ഒരു പൈപ്പ്, ഇപ്പോ കുളിമുറിയിലൊക്കെ ഇഷ്ടം പോലെ കൊണ്ടിറക്കാൻ പറ്റുന്ന പൈപ്പ് ഉണ്ടല്ലോ, ആ പൈപ്പ് പിടിച്ച് മയ്യത്തിന്റെ തലഭാഗം മുതൽ കാലുഭാഗം വരെ വെള്ളമൊഴിച്ച് ഈ പുതച്ച തുണിയുടെ മോളെ നന്നായി മയ്യത്തിന്റെ ശരീരം ഒരച്ച്, എന്നിട്ട് വീണ്ടും ഇങ്ങനെ പൈപ്പ് കൊണ്ട് വെള്ളം അടിച്ച് കുളിപ്പിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കുളിപ്പിക്കണം. അതായത് മയ്യത്തിനെ മറകൂടാതെ നോക്കാതെയും തൊടാതെയും കുളിപ്പിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കുളിപ്പിക്കാം. അതിന് ഇമാം നിങ്ങൾ പറഞ്ഞത് അടുത്ത് തന്നെ തോടോ കുളമോ പോലത്തെ വെള്ളം ഉണ്ട്. ഈ മയ്യത്തിനെ പൂർണ്ണമായി മറച്ചുകൊണ്ട് ഈ കുളം തോട് പോലത്തതിൽ മുക്കിയെടുത്ത് ശരീരത്തിൽ മുഴുവനും വെള്ളം എത്തിച്ചുകൊണ്ട് തൊടാതെ കാണാതെ കുളിപ്പിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കുളിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോ അതിന്റെ ആവശ്യമില്ല, അങ്ങനെ മുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, മറിച്ച് പൈപ്പ് പിടിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ തന്നെ നമ്മളെ നാട്ടിലല്ലാതെ ഇപ്പം ഗൾഫുകളിലൊക്കെ പോയാൽ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒരു തെണ്ണ അങ്ങനെ ചരിച്ചിട്ടുള്ള ആ തെണ്ണയിൽ കിടത്തിയിട്ട് പൈപ്പ് കൊണ്ട് ഇങ്ങനെ വെള്ളം അടിച്ചു കൊടുക്കുക. ആ പണി എടുക്കുക. മയ്യത്തിനെ തുണിയോട് മൂടിയാൽ മതി, എന്നിട്ട് വെള്ളം അടിച്ചു കൊടുക്കുക, ഈ തുണിന്റെ മോളെ തേക്കുക, വീണ്ടും വെള്ളം അടിച്ചു കൊടുക്കുക, അങ്ങനെ കുളിപ്പിച്ചാൽ മതി. അങ്ങനെയൊന്നും സാധ്യത ഇല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ തയമ്മം ചെയ്യിക്കപ്പെടണം. തയമ്മം ചെയ്യുമ്പോൾ എന്തു വേണം? തയമ്മം ചെയ്യുന്നിടത്തും ഇത് തന്നെയാണ്, മയ്യത്തിന്റെ ശരീരം തൊടാൻ പാടില്ല. അപ്പോ ഈ സ്ത്രീയാണ് കുളിപ്പിക്കുന്നത്, സ്ത്രീ ശരിക്ക് കൈക്ക് നന്നായിട്ട് ഗ്ലൗസ് ഇട്ട്, അതുപോലെ തന്നെ പുരുഷനാണ് സ്ത്രീയുടെ മയ്യത്ത് കുളിപ്പിക്കുകയെങ്കിൽ കൈക്ക് നന്നായി ഗ്ലൗസ് ഇട്ട് ആ ഗ്ലൗസ് കൊണ്ടിട്ട് മണ്ണിലടിച്ച് തയമ്മം ചെയ്യണം. അപ്പോഴും എന്ത് പാടില്ല? തൊടാനും കാണാനും പാടില്ല. അല്ലാത്ത നിലക്കേ ചെയ്യാൻ പാടുള്ളൂ. തയമ്മം ചെയ്യുകയാണെങ്കിലും അങ്ങനെ. ഇങ്ങനെയാണ് ഇപ്പൊ അന്യ സ്ത്രീയും അന്യ പുരുഷനും ആണെങ്കിൽ ചെയ്യേണ്ടത്. അതായത് മയ്യത്ത് കാണാതെ ശരീരത്തിൽ തൊടാതെ കുളിപ്പിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കുളിപ്പിക്കുക. അതിന് പറ്റൂലെങ്കിൽ ആ നിലക്ക് തയമ്മം ചെയ്യുക. അല്ലാതെ ഈ സന്നിഗ്ധ ഘട്ടത്തിൽ പോലും ഒരു അന്യ പുരുഷന്റെ മയ്യത്ത് കാണാനോ തൊടാനോ സ്ത്രീക്ക് പാടില്ല. ഒരു അന്യ സ്ത്രീയുടെ മയ്യത്ത് കാണാനോ തൊടാനോ പുരുഷനും പാടില്ല. ഇത് കുളിപ്പിക്കുക എന്ന് പറഞ്ഞ ഫർളായ കാര്യമാണ്. അവിടെ കുളിപ്പിക്കാൻ പറ്റുന്ന മഹ്റമുകളോ സ്ത്രീകളോ ഇല്ല. എന്നാൽ പോലും ആ മയ്യത്ത് കാണാനോ തൊടാനോ പുരുഷന്മാർക്ക് പാടില്ല. അതുപോലെ തന്നെ പുരുഷന്റെ മയ്യത്ത് കാണാനോ തൊടാനോ സ്ത്രീകൾക്ക് പാടില്ല. ഇതിപ്പോ പ്രായപൂർത്തി എത്തിയ മുതിർന്ന സ്ത്രീകളുടെയും പുരുഷന്റെയും മയ്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഞാൻ ലഹുമ പുരുഷനും ജായിസാണ് സ്ത്രീക്കും ജായിസാണ് ഒസുലു മല്ല ഇഷ്ടഹ കണ്ടാൽ ലൈംഗികമായ വികാരം ജനിക്കാൻ പ്രായമായിട്ടില്ലാത്തവരെ കുളിപ്പിക്കാം. മിൻ സ്വബിയൻ ആൺകുട്ടി, മുസ്തഹാത്ത് പ്രായമെത്താത്ത ആൺകുട്ടിയുടെ മയ്യത്ത് സ്ത്രീകൾ കുളിപ്പിക്കുക. ഔസബിയത്തിൻ അല്ലെങ്കിൽ മുസ്തഹാത്താവുന്ന പ്രായമെത്തിയിട്ടില്ലാത്ത പെൺകുട്ടിയുടെ മയ്യത്ത് പുരുഷൻ കുളിപ്പിക്കാം. അത് പറ്റും. അതെന്താ? മുസ്തഹാത്തിൽപ്പെടാത്ത ചെറിയ ആൺകുട്ടികളുടെ ചെറിയ പെൺകുട്ടികളുടെ മയ്യത്ത് പുരുഷനും സ്ത്രീയും കുളിപ്പിക്കാൻ പറ്റും എന്ന് പറയാൻ കാരണം ലിഹല്ലി നവരി കുല്ലിൻ
ഈ ചെറിയ ആൺകുട്ടിയെ അതുപോലെ തന്നെ ചെറിയ പെൺകുട്ടിയെ നോക്കൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഹലാലാണ്. ഒമസ്സു ഒമസ്സിഹി, അതെ, ഈ മയ്യത്ത് പുരുഷന്റെ ആൺകുട്ടിയുടെ മയ്യത്ത് സ്ത്രീകൾക്കും പെൺകുട്ടികളുടെ മയ്യത്ത് പുരുഷന്മാർക്കും കാണലും തൊടലും ഹലാലാണ് എന്നതുകൊണ്ട് അങ്ങനെയുള്ള കുട്ടികൾ മുഷ്തഹാവുന്ന പ്രായം എത്തിയിട്ടില്ലാത്ത കുട്ടികളുടെ മയ്യത്താണെങ്കിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുളിപ്പിക്കൽ അനുവദനീയമാണ്. അതായത് സ്ത്രീ എന്ന് പറയുമ്പോൾ ആ വർഗം മൊത്തം ഈ നിയമം ബാധകല്ല. ചുരുക്കി ഇത്രയും അതിന് മനസ്സിലാക്കേണ്ടതുള്ളൂ. ജീവിതകാലത്തുള്ള ഹുക്കുമ് തന്നെയാണ് മരണശേഷവും ഈ വിഷയത്തിൽ. അപ്പൊ ജീവിതകാലത്ത് കാണാനും തൊടാനും പറ്റുന്നവർക്ക് മാത്രമേ മരണശേഷവും കാണാനും തൊടാനും പാടുള്ളൂ. ജീവിതകാലത്ത് കാണാനും തൊടാനും പാടില്ലാത്ത ആളുകൾക്ക് മരണശേഷവും കാണാനും തൊടാനും പാടില്ല. വെറുതെ അല്ല ഇത്, മറിച്ച് എന്തിനാണ് കാണുന്നത്, എന്തിനാണ് തൊടുന്നത്? ഫറളായ കുളി നിർവഹിക്കാനാണ്. എന്നാൽ പോലും ജീവിതത്തിൽ കാണാൻ പാടില്ലാത്തവരെ കാണാനോ ജീവിതത്തിൽ തൊടാൻ പാടില്ലാത്തവരെ തൊടാനോ പാടില്ല. അപ്പൊ പൊതുദർശനത്തിൽ പുരുഷന്മാരുടെ മയ്യത്ത് കാണാൻ വരി നിൽക്കുന്ന സ്ത്രീകളും സ്ത്രീകളുടെ മയ്യത്ത് കാണാൻ വരി നിൽക്കുന്ന പുരുഷന്മാരും ശ്രദ്ധിക്കണം എന്ന് പറയേണ്ടതില്ലല്ലോ, അത് വെറുതെയാണ്. അതേസമയത്ത് ഇത് ഫർളായ കുളി നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ പോലും ജീവിതകാലത്തിൽ കാണാനും തൊടാനും പറ്റുന്നവർക്കേ ഈ ഫർള് നിർവഹിക്കാൻ വേണ്ടിയിട്ട് പോലും കാണാനും തൊടാനും പാടുള്ളൂ. എന്നാൽ പുരുഷന്മാർ മരണപ്പെട്ടാൽ പുരുഷന്മാരാണ് മയ്യത്ത് നിസ്കരിക്കാൻ അർഹത. എന്നാൽ ഈ പുരുഷന്മാർക്ക് എല്ലാവർക്കും ഒരേ നിലപാടാണോ? അല്ല. ഔലരിജാലി ബിഹി, പുരുഷന്മാരുടെ മയ്യത്ത് കുളിപ്പിക്കാൻ പുരുഷന്മാരിൽ വെച്ച് ഏറ്റവും അർഹതയുള്ളവർ എന്ന് പറഞ്ഞാൽ പുരുഷനാ മൊത്തത്തിൽ അവകാശം. അതിൽ കൂടുതൽ അർഹത ആർക്കാണ്? ഔലാഹും ബിസ്വലാത്തി, മയ്യത്ത് നിസ്കാരത്തിൽ ഇമാമത്ത് നിൽക്കാൻ ആർക്കാണോ കൂടുതൽ അർഹത അവർക്ക് തന്നെയാണ് കുളിപ്പിക്കാനും കൂടുതൽ അർഹത. അതെവിടെ പറഞ്ഞു? കമായെത്തി, ആരാണ് ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ആ മനുഷ്യന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഇമാമത്ത് നിൽക്കുന്നതിന് കൂടുതൽ അർഹതപ്പെട്ടവർ ആരാണ് എന്നതിനെ സംബന്ധിച്ചുള്ള വിവരണം നിസ്കാരത്തിന്റെ ബാബിൽ വരും. അതേ ക്രമം തന്നെയാണ് മയ്യത്ത് കുളിപ്പിക്കുന്നിടത്തും അവകാശത്തിലെ മുൻഗണന. എല്ലാവർക്കും ഹലാലാണ്, പക്ഷേ ഒന്നിലധികം ആളുകൾ ഒരു സ്ഥാനത്തുണ്ടാവുകയും അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസവും വന്നാൽ അതിൽ മുൻഗണന കൊടുക്കേണ്ടത് ആർക്കാണ് എന്നത് ഇമാമത്തിന് മുൻഗണന ലഭിക്കുന്ന അതേ ക്രമമാണ്. അത് ഇൻഷാ അല്ലാഹ് കമായെത്തി നിസ്കാരത്തെ സംബന്ധിച്ച് പറയുന്നിടത്ത് അക്കാര്യം വരും. ഇനി മയ്യത്ത് പരിപാലനത്തിന് സ്വലാത്തുൽ മയ്യത്തി ഫർദു കിഫായത്തിൻ കവസ്ലിഹി എന്ന് പറഞ്ഞു. കവസ്ലിഹി വതക്ഫീരിഹി, കണ്ടോ? മയ്യത്ത് കുളിപ്പിക്കുന്നത് പോലെ തന്നെ മയ്യത്തിനെ കഫൻ ചെയ്യലും ഫർദ് കിഫായി ആവുന്നു. എന്തുകൊണ്ട് കഫൻ ചെയ്യ? ബിസാത്തിരി ഔറത്തിൻ, ഔറത്ത് മറക്കാൻ ആവശ്യമായ വസ്ത്രം കൊണ്ട്. അത്രേ ഫർദ് കിഫായത്തുള്ളൂ എന്നതാ. പക്ഷേ അത് മുഅ്തമദല്ല. ഇനി പറയും, മുഅ്തമദ് ശരീരം മുഴുവനും മറക്കുന്ന ഒരു വസ്ത്രമാണ് ഫർദ് കിഫായത്ത്. എന്നാൽ ഒരഭിപ്രായമുണ്ട്, ഔറത്ത് മറക്കുന്നത് മാത്രമേ ഫർളായി വരുള്ളൂ, ബാക്കിയൊക്കെ സുന്നത്താണ്. ആ ഖൗലാണ് പറയുന്നത് ആദ്യം. ഇനി മറ്റ് ശറഹിന്റെ വിശദീകരണം വരും. ഔറത്ത് മറക്കുന്ന വസ്ത്രം എന്ന് പറഞ്ഞാൽ മുഖ്തലിഫത്തിൻ ബിസ്സുകൂറത്തി വൽ ഉനൂസത്തി, ഔറത്ത് മറക്കുന്നിടത്ത് സ്ത്രീക്കും പുരുഷനും വ്യത്യസ്തമാണല്ലോ. പുരുഷന്മാർക്കാണെങ്കിൽ മുട്ടുപൊക്കിളട,
മറക്കലേ വുജൂബുള്ളൂ. സ്ത്രീക്കാണെങ്കിലോ മുഖവും മുങ്കയും ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലം ആണ്. പക്ഷെ ഇവിടെ അടിമ സ്വതന്ത്രൻ എന്ന വേർതിരിവില്ല. അതാ ദൂനരിഖി വൽ ഹുജിയത്തി, അടിമ സ്വതന്ത്രൻ എന്ന വേർതിരിവ് ഇല്ല. എന്താ കാരണം? മരണപ്പെട്ടാൽ അടിമത്വം അവസാനിച്ചു. ജീവിച്ചിരിക്കുന്ന സമയത്ത് മാത്രമേ ഈ അടിമത്വമുള്ളൂ. മരണപ്പെട്ടാൽ എല്ലാവരും സ്വതന്ത്രര. അള്ളാന്റെ അടിയാറുകൾ എന്നുള്ളവർക്ക് എല്ലാവരും ഒരേ. അവിടെ പിന്നെ സ്ത്രീ എന്നയും പുരുഷൻ എന്നയും വ്യത്യാസമേ ഉള്ളൂ. മറ്റേ നമ്മുടെ നിസ്കാരത്തിന് ഔറത്ത് പറഞ്ഞത് പുരുഷനെ പോലെ സ്ത്രീകളെ സംബന്ധിച്ച് മുട്ടുമുക്കളുടെ ഔറത്തുള്ളൂ. ആ അടിസ്ഥാനം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു അടിമ സ്ത്രീ മരണപ്പെട്ട മുട്ടുമുക്കളുടെ ഔറത്തുള്ളൂ, അതേ വുജൂബുള്ളൂ എന്ന് വരും. പക്ഷെ ആ നിയമം ഇവിടെ ഇല്ല. അടിമയാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും സ്ത്രീയാണോ മുഖവും മുഖയും ഒഴിച്ച് ബാക്കിയൊക്കെ ഔറത്ത് തന്നെ. പുരുഷനാണെങ്കിലോ മുട്ടുമുക്കളുടെ മാത്രമേ ഔറത്തുള്ളൂ. ഈ ഔറത്ത് മറക്കുന്ന വസ്ത്രമേ ഫർദ് കിഫായി ആവുള്ളൂ എന്ന്. അതായത് ഫേസ്ബുക്കിൽ മറത്തി പെണ്ണിന്റെ മയ്യത്തിൽ കഫൻ ചെയ്യുമ്പോൾ വുജൂബാകും. വനു അമത്തൻ, ഈ പെണ്ണെന്ന് പറഞ്ഞ മരിച്ച പെണ്ണ് പണ്ട് അടിമ സ്ത്രീയായിരുന്നു എങ്കിലും ശരി, എന്ത് വുജൂബാവും? മാ, ഒരു വസ്ത്രം, ഒരു കഫൻ തുണി. എങ്ങനത്തെ വസ്ത്രമാണ്? യസ്തുറു, അത് മറക്കും. വൈറൽ വജ്ഹി വൽ കഫൈനി, മുഖവും മുങ്കയും ഒഴിച്ച് ബാക്കിയുള്ള ഭാഗം മറക്കാൻ വേണ്ട തുണി. അപ്പൊ മുഖവും മുങ്കയും ഒഴിച്ച് ബാക്കി ശരീരഭാഗങ്ങൾ മറക്കാൻ ആവശ്യമായ ഒരു തുണിയാണ് സ്ത്രീക്ക്. വഫിർ റജുലി, പുരുഷനാണ് മരണപ്പെട്ടതെങ്കിൽ ആ പുരുഷന്റെ കഫൻ തുണിയിൽ വുജൂബാകുന്നത് മാ, ഒരു വസ്ത്രമാണ് അഥവാ ഒരു കഫനാണ്. എങ്ങനത്തെ കഫൻ? യസ്തുറു, അത് മറക്കും. മാ ബൈന സുറത്തി വറുക്ബത്തി, മുട്ടുമുക്കളിന്റെ ഇടയിലുള്ള സ്ഥലം മറക്കാൻ പറ്റുന്ന വസ്ത്രമുണ്ടായാൽ മതി, അത്രേ വുജൂബാവുള്ളൂ എന്നാണ് ഇപ്പ പറഞ്ഞത്. ഞാൻ അത് പറയാം. വൽ ഇക്തിഫാഉ ബിസാതിരിൽ ഔറത്തി, ഈ ഔറത്ത് മറക്കാൻ ആവശ്യമായ വസ്ത്രം മതി ഫർള് വിടാൻ എന്ന് പറഞ്ഞത് ഹുവ മാ സഹഹഹു നവവിയു, ഇമാം നവവി റഹ്മഹുല്ലാഹ് തങ്ങൾ സഹീഹാക്കിയ വജ്ഹാണ്. ഫീ അക്സരി കുതുബിഹി, തന്റെ അധിക കിതാബുകളിലും ഔറത്ത് മറക്കാൻ ആവശ്യമാവുന്ന ഒരു വസ്ത്രം കൊണ്ട് കഫൻ ചെയ്യലാണ് വുജൂബ് എന്ന അഭിപ്രായത്തെ ഇമാം നവവി റഹ്മഹുല്ലാഹ് തങ്ങൾ തന്റെ അധിക കിതാബുകളിലും തസ്ഹീഹ് ചെയ്ത വജ്ഹാണ്. എന്ന് മാത്രവുമല്ല, വനഖലഹു, ഇമാം നവവി റഹ്മഹുല്ലാഹ് തങ്ങൾ ഈ ഒരു അഭിപ്രായത്തെ ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. അനിൽ അക്സരീന, അസ്ഹാബിൽപ്പെട്ട ഭൂരിപക്ഷം അസ്ഹാബുകളെ തൊട്ടും. അപ്പൊ അക്സർ അസ്ഹാബിനെ തൊട്ട് നഖൽ ചെയ്യുകയും തന്റെ അധിക കിതാബുകളിലും തസ്ഹീഹ് ചെയ്യുകയും ചെയ്ത അഭിപ്രായമാണ് ഔറത്ത് മറക്കൽ എന്ന വസ്ത്രം കൊണ്ട് കഫൻ ചെയ്യലേ വുജൂബുള്ളൂ എന്ന് പറയുന്നത്. അതിനതിന്റെ ന്യായം എന്താ? ഔറത്ത് മറക്കുന്ന ഭാഗമേ വുജൂബുള്ളൂ എന്ന് പറയാൻ കാരണം അന്നഹു ഹഖ്ഖുൻ ലില്ലാഹി തആല, ഈ ഔറത്ത് മറക്കുക എന്ന് പറയുന്നത് പടപ്പുകളുമായിട്ട് ബന്ധപ്പെടാത്തത് അല്ലാഹുവിന്റെ ഹഖ്ഖാ. അപ്പൊ അത് വുജൂബാണ്. ബാക്കിയൊക്കെ ഉള്ളത് പടപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ടത് മുത്ലഖൻ വുജൂബ് എന്ന് പറയാൻ കഴിയില്ല എന്ന്. എന്നാൽ വഖാല ആഖറൂന, രണ്ടാമത്തെ ഈ വജ്ഹിന്റെ മാറ്റം, വേറെ ചില അസ്ഹാബിൽപ്പെട്ട ഇമാമിയങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, യജിബു, വുജൂബ് തന്നെയാണ് സത്റു ജമീഇൽ ബദനി, ശരീരം മുഴുവനും മറക്കൽ എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവനായി മറക്കാൻ ആവശ്യമായ കഫൻ പുരുഷനും സ്ത്രീക്കും രണ്ടും വുജൂബാണ്. സ്ത്രീയാണെങ്കിലും വേണം, പുരുഷനാണെങ്കിലും വേണം, ശരീരം മുഴുവനായിട്ട് മറക്കാൻ ആവശ്യമായ ഒരു കഫൻ തുണി, അപ്പോഴേ വുജൂബ് വീടുള്ളൂ. വലൂ റജുലൻ, അത് പുരുഷനാണെങ്കിലും മുട്ടുമുക്കളുടെ മറച്ചാ പോരാ, സ്ത്രീ ആണെങ്കിലും മുഖവും മുഖയും ഒഴിച്ച് ബാക്കി ഭാഗം മറച്ചാ പോരാ, ശരീരം മുഴുക്ക മറയാൻ ആവശ്യമാവുന്ന വസ്ത്രം, ഒരു വസ്ത്രം വുജൂബാണ്. അതാണ് മുഅ്തമദ്. ഖിലാഫിന്റെ കൂട്ടത്തിൽ ശരീരം മുഴുവനായി മറക്കുന്ന ഒരു വസ്ത്രം പുരുഷനാണെങ്കിലും സ്ത്രീക്കാണെങ്കിലും വേണം എന്ന്.
കേട്ടോ. അവിടെ ആശയക്കാരൊക്കെ പറഞ്ഞിട്ട് ഈ പറഞ്ഞ രണ്ടാമത്തതാണ് മുഅ്തമദ്. عبارة التحفة وقال آخرون يجب ستر جميع البدن إلا رأس المحرم وجه المحرم لحق الله تعالى كما يأتي عن المجموع يصدر به قول المهذب إن ساتر العورة فقط لا يسمى كفنا أي والواجب التكفين فوجب الكل للخروج عن هذا الواجب الذي هو لحق الله تعالى. കേട്ടോ, ഷറഹുൽ മുഹദ്ദബ് നിന്ന് ഉദ്ധരിച്ചുകൊണ്ട്, മുഹദ്ദബിൽ നിന്നും ഷറഹുൽ മുഹദ്ദബിൽ നിന്നും ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തുഹ്ഫയിൽ മുഅ്തമദാക്കിയ വഖാല ആഖറൂന എന്ന് പറഞ്ഞോർത്ത് നിന്നിട്ടുള്ളതാണ് മുഅ്തമദ്. ആ ആഖറൂന എന്ന അസ്ഹാബ് ഹബീബെ എന്താണ് ആ അർത്ഥം വെച്ചപ്പോ തന്നെ പറഞ്ഞില്ല. പിന്നെ വേറൊരു വിശദീകരണം, അസ്ഹാബിൽ അക്സരീങ്ങളെ തൊട്ടിട്ടാണല്ലോ ആദ്യം പറഞ്ഞത് നിക്കൽ ചെയ്തത്. എവിടെ നിങ്ങൾ ഞാൻ അർത്ഥം പറയും, നിങ്ങൾ എവിടെ കുത്തിട്ടുള്ളത്? അക്സർ അസ്ഹാബിനെ തൊട്ട് ഇക്കായത്ത് ചെയ്ത് എന്നല്ലേ പറഞ്ഞത്. ആ അക്സറിന്റെ മാറ്റത്തിൽ വേറൊരു അക്കല്ല് പുറത്തില്ലേ? ആ അക്കല്ലാണ് വഖാലാഹറൂന എന്ന് പറയുന്നത്. ഇനി നവീമാവിന്റെ അക്സർ കുത്തുബ് എന്നാണ് അപ്പുറം പറഞ്ഞത്. ഈ അക്സർ കുത്തുബിന്റെ മാറ്റം നവീമാമിന്റെ തന്നെ ഷറഹുൽ മുഹദ്ദബും അതിന്റെ മത്തിനാവുന്ന ഷിറാസി തങ്ങളുടെ മുഹദ്ദബും ഒക്കെ പറയുന്നത് ഈ ഖാലാഹറൂന എന്ന് പറഞ്ഞ രണ്ടാമത്തെ വജഹാണ്. അതാണ് മുഅ്തമദ് എന്ന് തുഹ്ഫയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു വസ്ത്രം അള്ളാഹുവിന്റെ ഹക്ക് എന്ന നിലക്ക് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ശരീരം മുഴുവനും മറക്കുന്ന നിലക്കുള്ള ഒരു വസ്ത്രം വുജൂബാണ്. അതാണ് അഖല്ലുൽ കഫന് എന്നതാണ് മുഅ്തമദ്. ഔറത്ത് മറക്കുന്നതാണ് അഖല്ലുൽ കഫന് എന്ന അഭിപ്രായമുണ്ടെങ്കിലും മുഅ്തമദ് അതല്ല. അള്ളാഹുവിന്റെ ഹക്ക് എന്ന നിലക്ക് ശരീരം മുഴുവനായി മറക്കുന്ന ഒരു വസ്ത്രം എന്നതാണ് മുഅ്തമദ്. നബി മുഹമ്മദ് തന്നെ ഷറഹുൽ മുഹദ്ദബിൽ പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായത്തെ തന്നെയാണ് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തുഹ്ഫയിൽ മുഅ്തമദാക്കിയതും. അങ്ങനെ വരുമ്പോൾ വലിൽ ഗരീമി, അപ്പൊ അള്ളാഹുവിന്റെ ഹക്കാണ് ഒരു വസ്ത്രം എന്ന് പറയുമ്പോൾ കടക്കാർക്ക് അനുവദനീയമാണ്. കടക്കാര് എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി മരണപ്പെട്ടപ്പോ അയാളുടെ സ്വത്ത് മുഴുവനും വിറ്റാൽ വീടാത്ത കടമുണ്ട്. അപ്പോ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഹക്ക് ഇയാളുടെ മുതലുമായിട്ട് ബന്ധപ്പെടും അവകാശികളുടെ ഹക്ക്. അതുവരെ അയാളുമായിട്ട് ഇനി ബന്ധം, അത് വേറെ മനസ്സിലാക്കുക. മരിക്കുന്നത് വരെ ഈ വ്യക്തിയുമായിട്ടാണ് ഈ കടം ബന്ധപ്പെടുന്നത്. ആള് മരണപ്പെട്ടാൽ അയാളുടെ അനന്തര സ്വത്തിനോട് നേരിട്ട് ബന്ധപ്പെടും അവകാശികളുടെ ഹക്ക്, കടക്കാരന്റെ ഹക്ക്. അപ്പോ ഇയാളുടെ സ്വത്ത് മുഴുവനും കൊടുത്താൽ വീടാത്ത കടം ഉള്ള സാഹചര്യത്തിൽ മരണപ്പെട്ട വ്യക്തിക്ക് അയാളുടെ അനന്തര സ്വത്തിൽ നിന്നും ഒരു വസ്ത്രം എടുക്കാൻ അവകാശമുണ്ട്. അത് തടയാൻ ആർക്ക് പാടില്ല? കടക്കാർക്ക് പാടില്ല. കാരണം എന്താണ്? അത് അല്ലാഹുവിന്റെ ഹക്കാണ് എന്നത് വെച്ച്. അതിലേറുള്ളത് അബദിൽ ഗരീമി, ഈ മരണപ്പെട്ട വ്യക്തിക്ക് കൊടുക്കാനുള്ള കടക്കാർ, കിട്ടാനുള്ള കടക്കാര് അവർക്ക് ജായിസാണ് മൻഉ സായിദി അലാ സാത്തിരി കുല്ലിൽ ബദനി. കേട്ടോ, ശരീരം മുഴുവനും മറക്കുന്ന ഒരു വസ്ത്രം, ആ വസ്ത്രത്തെക്കാൾ കൂടുതൽ എടുക്കുന്നതിനെ കടക്കാർക്ക് തടയാം. കടക്കാർക്ക് എന്ന് പറഞ്ഞാൽ അയാൾക്ക് 50 ഉറുപ്പിക ഇട്ടാണ്ട് എഴുതിയിട്ട് 50 ലക്ഷത്തിന്റെ മുതലുള്ള മുതലാളിക്ക് ഒന്നേ എടുക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ പറ്റുന്നല്ല. മറിച്ച് ആകെ ഇയാളുടെ സ്വത്ത് മുഴുക്ക കൊടുത്താൽ വീടേണ്ടതായ അല്ലെങ്കിൽ എന്നാലും വീടാത്തതായ കടമുണ്ട്. മുസ്തഗ്രിഖായ കടം എന്നാ പറയാം. ദീന് മുസ്തഗ്രിഖ്, ഇയാളുടെ സ്വത്ത് മുഴുവനും കൊടുക്കേണ്ട തരത്തിലുള്ള കടമുണ്ട്. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ സ്വത്തിന്റെ അവകാശികൾ യഥാർത്ഥത്തിൽ കടക്കാരായി മാറി. എന്നാൽ ഈ കടക്കാരുടെ അവകാശം ഒരു ശരീരം മുഴുവനായി മറക്കുന്ന ഒരു വസ്ത്രം ഈ മയ്യത്തിന് അള്ളാന്റെ ഹക്ക് എന്നുള്ള കയ്യിൽ നിന്ന് എടുക്കാൻ അവകാശമുണ്ട്. അതിലേറെ എടുക്കണ്ട എന്ന് പറയാൻ അവർക്ക് പറ്റും. അപ്പൊ എന്താ, അള്ളാഹുവിന്റെ ഹക്കിന് വേണ്ടിയിട്ട് ഒരു വസ്ത്രം വുജൂബാണ് എന്ന് വരും. അതിനു വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. കാരണം മുഴുവൻ കിട്ടാനുള്ള കടക്കാർക്ക് പോലും തടയാൻ പറ്റാത്ത നിലക്ക് അള്ളാഹുവിന്റെ ഹക്കായിട്ട് ഇവന്റെ സ്വത്തിൽ നിന്ന് ശരീരം മുഴുവനും മറക്കുന്ന ഒരു വസ്ത്രം എടുക്കാൻ അവകാശമുണ്ട്. അത് തടയാൻ കടക്കാർക്ക് പറ്റില്ല. അതിലേറെ തടയാം. എന്ത് തടയാൻ പറ്റില്ല? സാത്തിരില്ല ഉറത്തി,
ഔറത്ത് മറക്കാൻ ആവശ്യമായതിനേക്കാൾ കൂടുതലുള്ളത് തടയാൻ കടക്കാർക്ക് അവകാശമില്ല. അതുകൊണ്ട് എന്ത് മനസ്സിലാവും? ഔറത്ത് മറക്കാൻ ആവശ്യമായത് മാത്രമല്ല വുജൂബ് വരുന്നത്, ശരീരം മുഴുവൻ മറക്കാൻ ആവശ്യമായത് തന്നെ വുജൂബാണ്. അതുകൊണ്ടാണ് മുസ്തഗ്രിഖായ ദൈന് കടമുള്ള ആളുകൾ ആണെങ്കിൽ പോലും കടക്കാർക്ക് ശരീരം മുഴുവനും മറക്കുന്ന ഒരു വസ്ത്രത്തെക്കാൾ കൂടുതലുള്ളത് തടയാൻ പറ്റൂ, ഔറത്ത് മറക്കാൻ ആവശ്യമായതിനേക്കാൾ കൂടുതലുള്ളത് തടയാൻ പറ്റൂല എന്ന് പറയണ്ട. എന്താ? ലിതാക്കുരിഹി, ശരീരം മുഴുവൻ മറക്കുന്നതിന്റെ കാര്യം അത്രയും മോക്കതാണ്. ആ തലയെ കെട്ടുമലൊന്നും തൊടാൻ പറ്റൂല. ആകെ ശരീരം മറക്കുന്ന ഒറ്റ തുണി കടക്കാർക്ക് കിട്ടോ. അല്ലാത്തവരെ പറ്റി ഇനി പറയാം. ചുരുങ്ങിയത് ഫർളായത് ശരീരം മുഴുവനും മറക്കുന്ന ഒന്ന് എന്ന് പറഞ്ഞു. മറ്റേ ഞാൻ അക്ബർ പറയുന്നിടത്താണ് അവർക്ക് പറയാം. വകൗനി ഹഖ്ഖൻ ലിൽ മയ്യിത്തി, ഈ ശരീരം മുഴുവനായി മറക്കുന്ന ഒരു വസ്ത്രം ആയതുകൊണ്ടും ഹഖ്ഖൻ ലിൽ മയ്യിത്തി, അത് മയ്യത്തിന്റെ അവകാശമാണ്. എങ്ങനെ അവകാശം? ബിന്നിസ്ബത്തിൽ ഇൽഉറമായി, കടക്കാരെ ചേർത്ത് വെക്കുമ്പോൾ ഒന്ന് അവകാശം, അതേസമയത്ത് അനന്തരാവകാശികളെ ചേർത്ത് വെക്കുമ്പോൾ മൂന്നെണ്ണാണ് അവകാശം എന്ന് പറയും. അത് രണ്ടും രണ്ടാ. ഒരാളുടെ സ്വത്ത് മുഴുവനും കൊടുക്കാൻ വേണ്ട തരത്തിലുള്ള കടമുണ്ട് എങ്കിൽ ഈ കടക്കാരെ സംബന്ധിച്ച് ഇയാളുടെ ഒരു പൂർണ്ണമായി മറക്കുന്ന ഒരു വസ്ത്രത്തിന്റെ ഹക്ക് അയാൾക്കുണ്ട്. അത് തടയാൻ അവർക്ക് അവകാശമില്ല. എന്നാൽ അനന്തരാവകാശികൾക്കോ? അനന്തരാവകാശികൾക്ക് മൂന്നിന്റെ മേപ്പെട്ടുള്ളത് തടയാം, 3 വരെയുള്ളത് തടയാൻ അനന്തരാവകാശികൾക്ക് പാടില്ല. അപ്പൊ ഒന്ന് അള്ളാഹുവിന്റെ ഹക്കാണ്, അത് തടയാൻ ആർക്കും അവകാശമില്ല. ഇനി ഒന്നാം കൗലുകാരി പറയും, നേരത്തെ പറഞ്ഞ കൗലുണ്ടല്ലോ ഔറത്ത് മറക്കുന്നത്, അത് അവന്റെ ഹക്കാണ്. ഔറത്ത് മറക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഹക്ക്, അത് എന്തായാലും അവന് പോലും നിഷേധിക്കാൻ പറ്റൂല. ശരീരം മുഴുവനും മറക്കുക എന്ന് പറയുന്നത് അത് അവന് അള്ളാഹുവിന്റെ ഹക്ക് എന്ന നിലക്ക് വരുന്നതും കടക്കാർക്ക് തടയാൻ പറ്റാത്തതുമാണ്. പക്ഷെ അവന് വേണമെങ്കിൽ അത് വേണ്ടെന്ന് വെക്കാം. അതായത് ഏതായാലും കണക്കിലേറെ കടമുണ്ട്, എന്റെ ഔറത്ത് മറക്കാൻ ആവശ്യമായത് മാത്രമേ കഫനായിട്ട് എടുക്കേണ്ടതുള്ളൂ എന്ന് പറയാൻ അവകാശമുണ്ട്. പക്ഷേ ഔറത്ത് മറക്കാൻ മാത്രമുള്ളത് എടുക്കാൻ പാടുള്ളൂ, അതിന്റെ മേപ്പെട്ട് എടുക്കാൻ പാടില്ല എന്ന് പറയാൻ കടക്കാർക്ക് അവകാശമില്ല. അതൊക്കെ ചുരുങ്ങിയതിനെ പറ്റിയിട്ടുള്ള തർക്കം. ഔറത്ത് മറക്കാൻ ആവശ്യമായതാണോ അതല്ല ശരീരം മുഴുവനായിട്ട് മറക്കാൻ ആവശ്യമായതാണോ എന്നൊക്കെ പറഞ്ഞു. ഇനി അക്മലുഹു, കഫനിൽ ഏറ്റവും പരിപൂർണമായത് ലിസ്സക്കരി, പുരുഷനെ സംബന്ധിച്ചിടത്തോളം സലാസത്തുൻ, 3 വസ്ത്രം. എങ്ങനെ 3 വസ്ത്രം? യഉമ്മു, ആ 3-ൽ ഓരോ വസ്ത്രവും ആമാക്കും എന്ന് പറഞ്ഞാൽ വ്യാപകമാക്കും, മുഴുവനാക്കും. കുല്ലു മിൻഹ, ഈ 3-ൽപ്പെട്ട ഓരോന്നും മുഴുവനാക്കും. അൽ ബദന, ശരീരത്തിന് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് മുഴുവനും മറക്കാൻ ആവശ്യമുള്ള 3 വസ്ത്രം. 3 കൊണ്ടും കൂടി ആകെ മറക്കല്ല വേണ്ടത്, ഓരോന്നുകൊണ്ടും ശരീരം മുഴുവനായി മൂടുന്ന തരത്തിലുള്ള ആദ്യം 1, രണ്ടാമതൊന്ന്, മൂന്നാമതൊന്ന്, അങ്ങനെ ശരീരം മുഴുവനായി മറക്കുന്ന 3 വസ്ത്രമാണ് ഏറ്റവും അക്മലായത് എന്ന് പറഞ്ഞാൽ അതാണ് അഫ്ള് എന്ന്. അതാണ് അക്മല് എന്ന് പറഞ്ഞാൽ അതാണ് അഫ്ള് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 3 വസ്ത്രം കൊണ്ട് യമനിലെ സഹൂലിയായ പഞ്ഞി കൊണ്ടുള്ള വെള്ള 3 വസ്ത്രത്തിലാണ് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കഫൻ ചെയ്യപ്പെട്ടത് എന്നും അതിൽ ഖമീസോ തലപ്പാവോ ഉണ്ടായിരുന്നില്ല എന്നും മഹദിയായിരിക്കുന്ന ഉമ്മുൽ മോമിനീന ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ സഹീഹായ ഹദീസുണ്ട്. അപ്പൊ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെയ്ത രൂപമാണ് ഏറ്റവും അഫ്ള്. അതിൽ അരയുടുപ്പില്ല, അതിൽ കുപ്പായമില്ല, അതിൽ തലപ്പാവുമില്ല, മറിച്ച് ശരീരം ആകെ മൂടുന്ന തരത്തിലുള്ള 3 വെള്ള വസ്ത്രം, അതിന്റെ കോട്ടൺ തുണിയായി 3 വെള്ള വസ്ത്രം. അതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഫൻ. അത് തന്നെയാണ് അവിടുത്തെ ഉമ്മത്തുകളിൽപ്പെട്ട പുരുഷന്മാർക്ക് ഏറ്റവും ഉത്തമമായത്. അതുകൊണ്ടാണ് അതാണ് അക്മൽ എന്ന് പറഞ്ഞത്. എന്നാൽ അതാണ് അക്മലെങ്കിലും വജാസ, അനുവദനീയമാണ്. അത് പക്ഷെ അനുവദനീയമാണെങ്കിൽ എന്ത് വേണം?
അനന്തര സ്വത്തിൽ നിന്നിട്ടാണ് എടുക്കുന്നത് എങ്കിൽ അനന്തരാവകാശികളിൽ പ്രായപൂർത്തി എത്താത്തവരോ ബുദ്ധിയില്ലാത്തവരോ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ മുസ്തഗ്രിഖായ കടമുള്ളവനാകാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കടക്കാർ സമ്മതിച്ചാൽ പോലും 3 വരെ പറ്റൂ. 3ന്റെ മേപ്പെട്ട് വേണമെങ്കിൽ ഈ സ്വത്തിൽ നിന്നെടുക്കുകയാണെങ്കിൽ അനന്തരാവകാശികളൊക്കെ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ളവരാവുകയും അവരൊക്കെ തൃപ്തിപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ 5 എണ്ണം വരെ ആവാം. കറാഹത്തില്ലാതെ ജായിസാണ്. പക്ഷേ ഖിലാഫുൽ അഫ്ളലാണ്, അല്ലെങ്കിൽ ഖിലാഫു സുന്നയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഫൻ ചെയ്തത് 3 വസ്ത്രത്തിലാണ്. അതാണ് സുന്നത്ത്. എന്നാൽ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ തങ്ങൾ മുത്തബിഉസ് സുന്ന എന്ന പേരിലാണല്ലോ മഹാനവർകൾ അറിയപ്പെടുന്നത്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ തങ്ങൾ തന്റെ ഒരു പുത്രൻ മരണപ്പെട്ടപ്പോൾ 3 കഫന് പുറമെ ഒരു തലയെക്കെട്ടും ഒരു കുപ്പായവും ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇമാമത്തും ഖമീസും ഉൾപ്പെടെ 5 വസ്ത്രങ്ങളിൽ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ തന്റെ പുത്രന്റെ മയ്യിത്ത് കഫൻ ചെയ്തു. സ്വഹാബാക്കൾ ആരും അതിനെ എതിർത്തിട്ടും ഇല്ല. ആ നിലക്ക് അത് ജായിസാണ്. എന്നാൽ അത് അഫ്ളലാണെന്ന് പറയാതിരിക്കാൻ കാരണം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഫൻ ചെയ്തത് 3 തുണിയിലാണ്. അപ്പൊ ഏറ്റവും അഫ്ളലായ രീതി ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിർവഹിക്കപ്പെട്ടതാണ്. എന്നാൽ സഹാബത്തിലെ പ്രമുഖനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു തന്റെ പുത്രന് വേണ്ടി ചെയ്യുകയും മറ്റു സഹാബത്ത് ആരും അതിനെ എതിർക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് 5 എണ്ണം അനുവദനീയമാണ്. ഖിലാഫുൽ അഫ്ളലാണെങ്കിൽ പോലും അനുവദനീയമാണ് എന്ന് വരും. മനസ്സിലായില്ലേ? വജാസാണാ പറഞ്ഞ ജാസ ജായിസാവും. പക്ഷെ ഇങ്ങനെ ജായിസാണെങ്കിൽ ഷർത്തോടു കൂടി ഈ 3 ലുഫാഫത്തിന്റെ അടിയിൽ അധികരിപ്പിക്ക ഖമീസുൻ ഒരു നീളക്കുപ്പായവും ഇമാമത്തുൻ ഒരു തലപ്പാവും. തലക്കെട്ടും കെട്ട ഖമീസും ജായിസാണ്. പക്ഷെ അതിനെന്ത് വേണം? ഒരു പക്ഷേ അനന്തരാവകാശികൾ ഒക്കെ പരിപൂർണന്മാരാവതോടുകൂടി അവരുടെ സമ്മതത്തോടു കൂടിയാവണം. അതല്ലെങ്കിൽ ഒരാൾ സ്വന്തം സൗജന്യമായിട്ട് കൊടുത്തതായിരിക്കണം. എങ്കിൽ അനുവദനീയമാണ്, അഫ്ളലല്ല. എന്നാൽ ഒരാള് ഇതുവരെ തുണി ഉടുത്ത് നടന്ന നമ്മളെ വാപ്പ മരിച്ചു പോകുമ്പം നമ്മളെ വാപ്പാക്ക് ഇനിയിപ്പോ ഒരു തുണി ഉടുപ്പിച്ചണ്ടേ എന്നൊരാൾക്കൊരു പൂതി. അപ്പോ ഒരാൾ എന്താക്കി, നല്ലൊരു തുണി ഉടുപ്പിച്ചു കൊടുത്ത് ഒരു കുപ്പായം ഇട്ട് കൊടുത്ത് നല്ലൊരു തൊപ്പിയിട്ട് അതിന്റെ പുറത്തൊരു തലയെക്കെട്ടും കെട്ടിക്കൊടുത്തു. വേറെ 3 തുണി കൊണ്ടിട്ട് കഫൻ ചെയ്തെന്നാലോ? എന്നാൽ കറാഹത്തോടു കൂടി അനുവദനീയമാണ്, ഹറാമൊന്നുമില്ല. പക്ഷേ അനന്തര സ്വത്തിന് എടുക്കണമെങ്കിൽ എല്ലാവരുടെയും തൃപ്തിയും സമ്മതവും വേണം, പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ളവരായിരിക്കുകയും വേണം. ഓക്കെ. പുരുഷന്റെ അങ്ങനെ വലിലുൻസ സ്ത്രീകൾക്ക് അക്മലായത് ഇസാറുൻ ഒരു അരയുടുപ്പ്, മുട്ടുമുക്കളുടെ മറയുന്ന ഒരു അരയുടുപ്പ് എന്നാണ് അതിന് മഹാന്മാരായ ഇമാമികൾ വിശദീകരിച്ചത്. അരയുടുപ്പ് എന്ന് പറയുമ്പോൾ ഒന്നായിട്ട് ശരീരം മൊത്തം മറയുന്ന നിലക്കുള്ള അരയുടുപ്പല്ല പറഞ്ഞത്, മുട്ടുമുക്കളുടെ മറയുന്ന ഒരു അരയുടുപ്പ്. അതാണ് അഫ്കുമൽ. ഇനി ഒരാൾ പൂർത്തിയായത് ഉടുത്താ തെറ്റ് ഹറാമാന്നൊന്നും പറയണ്ട. പക്ഷെ സുന്നത്തായ രീതി സ്ത്രീയെ സംബന്ധിച്ച് ഒരു അരയുടുപ്പ്, മുട്ടുമുക്കളുടെ മറയുന്ന ഒരു അരയുടുപ്പ്. നീലക്കുപ്പായല്ല അല്ലൂര്, നീളക്കുപ്പായം. ഖമീസ് എന്ന് പറഞ്ഞാൽ സാധാരണ നീളക്കുപ്പായത്തിന് ഉപയോഗിക്കുന്നതാണ്. അത് ചുരുങ്ങിയത് പറഞ്ഞിട്ടുണ്ട്. ഈ ഖമീസ് പറയുന്നിടത്തൊക്കെ കണങ്കാലിന്റെ മദ്യം വരെ എന്ന് പറഞ്ഞത് തൃപ്തിപ്പെടാതെ നെരിയാണി വരെ എത്തുന്നത് എന്ന് ഫുഖഹാ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ നീളക്കുപ്പായം എന്ന് തന്നെ അർത്ഥം വെച്ചത്. അല്ലാതെ ഖമീസ് എന്ന വാക്കിന് നീളക്കുപ്പായം എന്ന് അർത്ഥം വെക്കൽ നിർബന്ധമാണ് എന്ന നിലക്കല്ല. മനസ്സിലായോ? കന്തൂറാന്ന് നിങ്ങൾ പറഞ്ഞോളി, കന്തൂറാന്ന്. നീളക്കുപ്പായം എന്ന് പറയാൻ കാരണം ഈ കുപ്പായത്തെ സംബന്ധിച്ച് മഹാന്മാരായ ഫുഖഹാ വ്യക്തമായി പറഞ്ഞത് 2 രീതിയിൽ. ചില ഭാഗങ്ങളിൽ എന്താക്കുന്നുണ്ട്, സാധാരണ കൗത്തുനിന്ന് കീഴ്പ്പെട്ട് കണങ്കാലിന്റെ മധ്യം വരെ നമ്മളെ മുത്തപ്പന്മാരിടുന്ന
അതുവരെ ഉണ്ട്. അതൊരു മയ്യത്തിനെ ചെറുതാക്കി കാണുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയല്ല വേണ്ടത്. സാബിറായ കാല് വരെ എത്തുന്ന, അതായത് മെരിയാണി വരെ എത്തുന്ന പൂർണ്ണമായ കുപ്പായമാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ പറ്റിയാണല്ലോ നമ്മൾ നീളം കുപ്പായം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിനാണ് നീളം കുപ്പായം എന്ന് പറയുന്നത്. മനസ്സിലായപ്പോ നിങ്ങൾക്ക്? പിന്നെ ഇസാറുൻ ഫ കമീസുൻ. അപ്പൊ ആണിനായാലും പെണ്ണിനായാലും ഒക്കെ കമീസ് തന്നെ, നീളക്കുപ്പായം തന്നെ. ഫഹിമാറുൻ, പിന്നെ പെണ്ണിന് അതിന്റെ പുറമെ ഒരു മുഖമക്കനെയും. അത് ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുത്രി സൈനബ ബീവിയാണെന്ന് ചില ഹദീസുകളിലുണ്ട്. ഉമ്മു കുൽസും റളിയല്ലാഹു തആല അൻഹയാണ് എന്നും ചില ഹദീസുകളിലുണ്ട്. അതിന് സൈനബ ബീവി റളിയല്ലാഹു തആല അൻഹന്റേത് ആണോ? ഏതായാലും ആട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രി വഫാത്തായപ്പോൾ ഒറ്റയായി 3 വട്ടം, പോരെങ്കിൽ 7 വട്ടം, പോരെങ്കിൽ 9 വട്ടം ഒറ്റയായി കുളിപ്പിക്കാൻ കൽപ്പിച്ചതിന് ശേഷം, കുളിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതാണ് ഒരു അരയുടുപ്പ് കൊടുത്തു കൊടുക്കാനും, പിന്നീട് ഒരു കമീസ് ഇട്ട് കൊടുക്കാനും, പിന്നീട് മുഖമക്കര ഇട്ട് കൊടുക്കാനും, എന്നിട്ട് പിന്നെ ആകെ മൂടുന്ന 2 വസ്ത്രവും. അങ്ങനെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അവിടുത്തെ പ്രിയപ്പെട്ട പുത്രിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അരയുടുപ്പും കമീസും അതുപോലെ മുഖമക്കരയും ധരിപ്പിക്കാൻ കൽപ്പിക്കുകയും എന്നിട്ട് 2 തുണി അതിന്റെ പുറമെ ഇടുകയും ചെയ്തു. മുഖം മറിഞ്ഞോളന്നല്ല, മുഖമക്കന എന്ന് പറയുന്നത് അതിന്റെ പേര് പറയാൻ. മെക്കന എന്ന് പറഞ്ഞാൽ സാധാരണ മുഖം മൂടുന്നതാണെങ്കിൽ പോലും മക്കന എന്ന് നാടൻ ഭാഷയിൽ പറയുന്ന അതാണ് ഇപ്പൊ ഈ ഹിമാർ. മനസ്സിലായില്ലേ? അപ്പൊ മുഖം മൂടിയാലും വേണ്ടിയില്ല, മൂടിയിട്ടില്ല. പക്ഷെ പൂർണ്ണമായ രൂപം മുഖം മൂടുന്നത് തന്നെയാണ്. മനസ്സിലായില്ലേ? ഹിമാർ എന്ന് പറയുന്നത് പൂർണ്ണമായ രീതിയിൽ മുഖം മൂടിക്കൊണ്ടുള്ളത് തന്നെയാണ്. രണ്ടും വാങ്ങാൻ കിട്ടുമല്ലോ. വേറെ കെട്ടിക്കൊടുക്കുന്നതുകൊണ്ട് മുഖമക്കൻ ഞങ്ങളെ ആ ഭാഗത്തൊക്കെ ഇപ്പൊ പോയോന്നറിഞ്ഞില്ല, സമീപകാലം വരെ ഉണ്ടായിരുന്നു. മുഖമക്കനന്റെ കൂടെ തന്നെ തുമ്പിക്കൈയായിട്ട് കീപ്പോട്ടുണ്ടാവും. എന്നിട്ട് അത് താറ്റിടും, ആവശ്യമില്ലാത്ത സമയത്ത് അത് പൊന്തിച്ചിടുന്നേ. ഇപ്പൊ അതൊക്കെ വേറെ വേറെ ഏച്ചുകൂട്ടല. മനസ്സിലായില്ലേ? എന്തായാലും വേണ്ടിയില്ല ഹിമാർ. പിന്നെ 2 ആകെ മൂടുന്ന 2 വസ്ത്രവും. ഇതാണ് സ്ത്രീകളെ സംബന്ധിച്ച് അഫ്ളലായ രൂപം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ കാണിച്ചു തന്ന സുന്നത്താണ്. പക്ഷെ ഇത് ഉജൂബല്ല. ഉജൂബ് നേരത്തെ പറഞ്ഞേക്ക് ശരീരം മുഴുവൻ മറക്കുന്ന 1, അത് കഴിഞ്ഞാൽ പിന്നെ പുരുഷന് 3ന്റെ സ്ഥാനത്താണ് സ്ത്രീക്ക് 5 എന്നർത്ഥം. ഇനി അത് എങ്ങനെ കഫൻ ചെയ്യേണ്ടത് അതൊക്കെ സ്വന്തം കണ്ടു പഠിച്ച. ഇവിടെ അതൊന്നും പറയണില്ല. മനസ്സിലായില്ലേ? കഫൻ ചെയ്യേണ്ട രീതി ആദ്യം കഫൻ തുണി റൂദ് പോയിക്കൽ സുന്നത്താണ്. മയ്യത്ത് മുഹ്രിം അല്ലെങ്കിൽ ഹജ്ജിനോ നമുക്ക് ഏറാൻ ചെയ്യുന്ന സമയത്ത് മരണപ്പെട്ടൊക്കെയാണെങ്കിൽ പോയിക്കണ്ട. ഇല്ലെങ്കിൽ ഏറ്റവും അഫ്ളല് റൂദ് പോയിക്കലാണ്. ഇനി അതല്ലെങ്കിൽ കുന്തിരിക്കമോ കർപ്പൂരമോ പോലത്തത് പുകയിച്ചാലും മതി. പുകയിച്ചിട്ട് ആദ്യം ഒരു തുണി വിരിക്കുക. ആ വിരിച്ച തുണിയിൽ ഹനൂത്ത് എന്ന് പറയുന്ന സുഗന്ധം, അത് മിക്സഡ് ആണ്. മയ്യത്തിന് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കുന്ന ഒരു തരം സുഗന്ധമാണ്. അതിൽ പലതും കൂട്ടിയിട്ടുള്ളതായിരിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് കർപ്പൂരം തന്നെയാണ്. അത് വിതറുന്നതിന്റെ പുറമെ കർപ്പൂരം പ്രത്യേകമായി തന്നെ പൊടിച്ച് വിതറൽ പ്രത്യേകം സുന്നത്താണ്. ഹനൂത്തിൽ തന്നെ കർപ്പൂരത്തിന്റെ കൂട്ടുണ്ട്. അതിന്റെ പുറമെ കർപ്പൂരം നന്നായി പൊടിച്ച് പൊടിയാക്കിയിട്ട്, തരി ഉണ്ടാകരുത്. തരി ഉണ്ടാകുമ്പോൾ അങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും, അതുണ്ടാകാൻ പാടില്ല. പൊടിച്ചിട്ട് ആ പൊടിയും വിതറുക. എന്നിട്ട് 2ാമത്തെ തുണിയുടെ മുകളിൽ വിരിക്കുക. അതും തന്നെ പറഞ്ഞേക്ക് ഹനൂത്തും ഈ കർപ്പൂരം പൊടിച്ച പൊടിയും വിതറുക. 3ാമത്തത് വീണ്ടും വെക്കുക. എന്നിട്ട് അതിലും തന്നെ ഈ ഹനൂത്ത് സുഗന്ധവും അതുപോലെ തന്നെ ഈ കർപ്പൂരവും പൊടിച്ചിടുക. ഇനി ഹനൂത്ത് കിട്ടാത്ത സ്ഥലമാണ് എന്ന് വെച്ചോളി. ഹനൂത്ത് കിട്ടാത്ത സ്ഥലമാണെങ്കിൽ ഈ കർപ്പൂരം പൊടിച്ചിടുക, മറ്റ് സുഗന്ധം ഉപയോഗിക്കാം. മയ്യത്തിന്റെ ശരീരത്തിലും ഇഹ്റാമിലല്ലെങ്കിൽ ഹനൂത്ത് ഉൾപ്പെടെയുള്ള സുഗന്ധം പൂശൽ സുന്നത്തുണ്ട്. എന്നിട്ട് കുളിപ്പിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ അത് അവിടെ തന്നെയാണ് ചെയ്യേണ്ടത്. കുളിമറയിൽ നിന്നിട്ട് തന്നെ, അതായത് മുൻദ്വാരത്തിലും പിന്ദ്വാരത്തിലും പഞ്ഞി വെക്കുക.
വയറ്റിന്ന് ഇങ്ങനെ വല്ലതും പുറപ്പെട്ടുകൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട്, പുറപ്പെടും എന്ന് കണ്ടാൽ പിന്ദ്വാരത്തിലേക്ക് അല്പം കയറ്റി തന്നെ വെക്കണം. അതില്ലെങ്കിൽ പിന്ദ്വാരത്തിന്റെ ഉള്ളിലേക്ക് കയറ്റാതെ പിന്ദ്വാരം അടച്ചു വെക്കുക, മുന്ദ്വാരവും അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് അതുകൊണ്ട് ഒരു കയ്യുമുണ്ട് എന്ന് പറയുന്ന കോണകം കൊണ്ട് കെട്ടണം. അതിനിപ്പോ നമ്മളെ പ്രത്യേകിച്ച് ആരടുത്തെങ്കിലും പോയിട്ട് അടുപ്പിച്ച് കൊണ്ടുവരണ്ട, അതൊക്കെ ചെയ്ത് ശീലമുള്ളവർക്കറിയാം. അതായത് കഫൻ തുണിയിൽ നിന്നിട്ട് ഒരു 10 സെന്റിമീറ്റർ മുറിച്ചെടുക്കുക, നീളത്തിൽ 10 സെന്റിമീറ്റർ നീളത്തിൽ മുറിച്ചെടുക്കുക. എന്നിട്ട് അതിന്റെ 2 ഭാഗത്തു നിന്നും കെട്ടാനുള്ള ഒരു നാട കീറുക, 2 ഭാഗത്തുനിന്നും. ഈ കീറിയത് പകുതി വരെ എത്താവും. എന്നിട്ട് നടുമടക്കുക. അതായത് പകുതി കീറിയ ഭാഗം കീറാത്ത മറ്റേ ഭാഗം കൂടി ഒന്നിച്ചു വരുന്നവർക്ക് നടുവരെ ഈ നാട വലിച്ചിട്ട് അത് അരയിൽ വെച്ച് ഈ മുന്ദ്വാരത്തിലും പിന്ദ്വാരത്തിലും ഹനൂത്തും അതുപോലെ തന്നെ കർപ്പൂരവും പൊടിച്ചു ചേർത്ത പഞ്ഞി കൊണ്ട് ബന്ധാക്കി വെച്ചിട്ട് അത് കോണകം കെട്ടുന്നത് പോലെ കെട്ടുക. ഈ കെട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ നാട കീറിയത്. അരയിൽ വെച്ചിട്ട് പിന്നോട്ട് എന്തിനാന്ന് വെച്ചാല് ഈ ഇഴജന്തുക്കള് മറ്റു വസ്തുക്കളൊക്കെ ഉള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും വല്ലതും പുറത്തേക്ക് ഇങ്ങോട്ട് പുറപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ പഞ്ഞി വെച്ച് ബന്ധാക്കി കെട്ടൽ സുന്നത്താണ്. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം ഈ മയ്യത്തിനെ ദ്വാരങ്ങളിലൊക്കെ പഞ്ഞി വെക്കണം. അതുപോലെ തന്നെ ഹനൂത്തും കർപ്പൂരവും കൂട്ടിയ പഞ്ഞി വെക്കണം. ദ്വാരങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രകൃതിയുള്ള ദ്വാരം, ചെവി, വായ, മൂക്ക്, മുന്ദ്വാരം ബിന്ദ്വാരം ആദ്യം പറഞ്ഞല്ലോ, അവൻ പെട്ട്. കണ്ണ്, സാധാരണ കണ്ണ് തുറന്ന ദ്വാരത്തിൽ എണ്ണാറില്ല, പക്ഷെ മയ്യത്തിന്റെ ബാബിൽ കണ്ണ് തുറന്ന ദ്വാരത്തിന്റെ കൂട്ടത്തിലാണ് എണ്ണുന്നത്. അപ്പൊ കണ്ണില്, മൂക്കിലിന്റെ ദ്വാരത്തില്, വായിന് അതായത് ചുണ്ടിന് നേരെ, ചെവിയില്, മുന്ദ്വാരത്തിലും ബിന്ദ്വാരത്തിലും ആ പ്രകൃതിയുള്ള ദ്വാരം. ഇനി പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടോ ഓപ്പറേഷൻ ചെയ്തിട്ടോ മറ്റോ പ്രത്യേക ദ്വാരം ഉണ്ടായിരുന്നു എങ്കിൽ അവിടെയും വെക്കണം. ഉദാഹരണം, മൂത്ര തടസ്സമുള്ളത് കൊണ്ടിട്ട് മൂത്രക്കൊയിലൂടെ അല്ലാതെ പൊക്കിളിന്റെ താഴെയോ മറ്റോ ഓട്ടുണ്ടാക്കിയിട്ട് പൈപ്പിട്ടിരുന്നു എന്ന് വെച്ചോളൂ നിങ്ങളത്. ആ ദ്വാരത്തിലും, ഓപ്പറേഷൻ ചെയ്ത മുറിവുണ്ടെങ്കിൽ ആ ദ്വാരത്തിലും, പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദ്വാരത്തിലൊക്കെ പഞ്ഞി വെക്കണം. അതിന്റെ പുറമെ സുജൂദിന്റെ സ്ഥലങ്ങളിലും പഞ്ഞി വെക്കണം. സുജൂദിന്റെ സ്ഥലം എന്ന് പറഞ്ഞപ്പോ നെറ്റി, മൂക്ക്, പിന്നെ 2 ഉള്ളം കൈ, 2 കാൽമുട്ടുകള്, 2 കാൽവിരലുകളുടെ പള്ളകൾ. ആയില്ല, പുരുഷന്മാരുടെ മുമ്പാകം മുഴുവൻ വെക്കേ. അതെന്തിനാണ്? അതൊന്നുമില്ല. ഉള്ളിപ്പോ ഉള്ളോടത്തോളപ്പം ഞാൻ പറയുന്നുണ്ട്, ഞാൻ അതിലേറെ വേണ്ട. ശരിയല്ലേ? ഇപ്പൊ പറഞ്ഞ ഇവിടേക്കെന്ന് പറഞ്ഞത് ദ്വാരം, തുറന്ന ദ്വാരങ്ങൾ പ്രകൃതിയാ തുറന്നതോ അല്ലെങ്കിൽ രോഗം കാരണം മറ്റോ തുറക്കപ്പെട്ടതോ ആയ ദ്വാരങ്ങളിൽ പഞ്ഞി വെക്കുക. സുജൂദിന്റെ സ്ഥാനങ്ങളിലും പഞ്ഞി വെക്കുക. അതിപ്പോ ചെറിയ പൈതൽ കുട്ടിയാണ്, നിസ്കരിക്കാനൊന്നും പ്രായമായിട്ടില്ല, എന്നാലും ആ സ്ഥലത്തിനൊരു ബഹുമാനം കൽപ്പിച്ചുകൊണ്ട് വെക്കുക. ഇനി ഒരു കാക്ക വലിയ കാക്ക തന്നെയാണ്, ഉന്തി തള്ളിത്താലും പടിഞ്ഞാട്ട് വീഴാത്ത നിക്കാരക്കള്ളനാണ്, എന്നാലും വേണം വെക്കുക. മുസ്ലിമായിട്ട് അല്ലേ അറിയപ്പെടുന്നത്. സുജൂദിന്റെ സ്ഥാനത്തിനൊരു ബഹുമാനം കൽപ്പിക്കാൻ. അപ്പൊ ദ്വാരങ്ങളിലും സുജൂദിന്റെ സ്ഥാനങ്ങളിലും പഞ്ഞി വെക്കുക. ഈ പഞ്ഞികളിലൊക്കെ ഹനൂത്ത് സുഗന്ധം ഉണ്ടെങ്കിൽ അത്, ഇല്ലെങ്കിൽ മറ്റു സുഗന്ധവുമാവാം. കൂട്ടത്തിൽ നന്നായി പൊടിച്ച കർപ്പൂരവും കൂടി കൂട്ടിയിട്ട് വെക്കുന്നതാണ് നല്ലത്. അങ്ങനെ പഞ്ഞി വെച്ചതിന് ശേഷം ഈ കഫം കൊണ്ട് പൊതിയണം. എങ്ങനെ പൊതിയുണ്ട്? നമ്മൾ തുണി ഉടുക്കൽ സുന്നത്തായതുപോലെ, അതായത് ആദ്യം മുകളിലുള്ള 3 തുണി ഒന്നിച്ചല്ല ചെയ്യേണ്ടത്. ആദ്യം ഇപ്പം മയ്യത്ത് കിടപ്പിച്ച അടിയിലുള്ള തുണി ഉണ്ടല്ലോ, ആ തുണിയുടെ ഇടത്തെ തല എടുത്തിട്ട് വലത്തോട്ട് വെക്കുക, പിന്നീട് വലത്തെ തല എടുത്തിട്ട് ഇടത്തോട്ട് വെക്കുക. അപ്പൊ പുറത്തു വരുന്ന തുമ്പ് ഇടത്തോട്ടാ. ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് തുണി ഉടുക്കേണ്ടത്. അതിന് ശേഷം രണ്ടാമത്തെ തുണി എടുക്കുക, അതും ഇതേ രീതിയിൽ തന്നെ. ആദ്യം ഇടത്തെ ഭാഗത്തിൽ നിന്നിട്ട് എടുത്തിട്ട് വലത്തോട്ട് വെക്കുക, പിന്നെ വലത് ഭാഗം എടുത്തിട്ട് ഇടത്തോട്ട് വെക്കുക. മൂന്നാമത് പുറത്തുള്ള തുണി, അതും അങ്ങനെ തന്നെ. ആദ്യം ഇടത് വശത്തിൽ നിന്നിട്ട് എടുത്തിട്ട് വലത്തോട്ട് വെക്കുക, വലത് വശത്ത് നിന്നിട്ട് ഇടത്തോട്ട് വെക്കുക. അപ്പൊ 3 തുണിന്റെയും
പുറം ഭാഗത്തെ തുമ്പ് ഇടത്തോട്ട, അങ്ങനെ വെക്കണ്ടേ. ഇത് കഴിഞ്ഞിട്ട് കൈ എങ്ങനെ വെക്കേണ്ടത്? നീ കഫൻ ചെയ്യുമ്പോഴാണല്ലോ പോയി. ആലൂരിന് ഇന്നലെ തന്നെ അത് സംശയം. ആലൂരിന്റെ സംശയം ആലൂരിന് വേണ്ടിയിട്ടല്ല, ബാക്കിയുള്ളവർക്ക് മനസ്സിലായിക്കോട്ടെ എന്നുള്ള എനിക്ക് ചോദിക്കുകയാണ്. അപ്പോ അത് രണ്ടും ഒരു കണക്കായിട്ടാണ് മഹാന്മാര് പറഞ്ഞത്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സുലൈമാനുൽ ജമൽ റഹിമഹുല്ലാ തങ്ങള് പ്രത്യേകം തന്നെ പറഞ്ഞിട്ടുണ്ട്, നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നത് പോലെ പൊക്കിളിന്റെയും നെഞ്ഞിന്റെയും ഇടയിൽ, അതായത് നെഞ്ഞിനോടടുത്ത് നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നത് പോലെ അങ്ങനെയും ചെയ്യാം. രണ്ട് ഭാഗത്തേക്കും അടുപ്പിച്ച് നീർത്തിയും വെക്കാം. ഒന്നിനേക്കാൾ പ്രത്യേകതയില്ല എന്ന്. മനസ്സിലായില്ലേ? ഏറ്റവും അഫ്ളല് രണ്ടും തുല്യമാണ്. നിസ്കാരത്തിൽ വ്യത്യാസമുണ്ട്. നിസ്കാരത്തിൽ ഇങ്ങനെ കൈ നെഞ്ഞത്തിന്റെ താഴെ വെക്കലാണ് സുന്നത്ത്, താഴ്ത്തിയിടലല്ല. എന്നാൽ ആ ഒരു പരിഗണന ഇവിടെ ഇല്ല. കാരണം അവിടെ കൈ താഴ്ത്തിയിട്ടാൽ അനാവശ്യമായി കൈ ഇളകാനും അടസ് വരാനും ഒക്കെ സാധ്യതയുണ്ട്. താഴ്മയുടെ കോലത്തിന് കൂടുതൽ യോജിച്ചത് കെട്ടലാണ് എന്നത് വെച്ചിട്ടാണ് അവിടെ കെട്ടൽ സുന്നത്ത് ആയതും താഴ്ത്തിയിടൽ സുന്നത്തല്ലാതായതും. ഇവിടെ അങ്ങനെ പ്രത്യേക പരിഗണന ഇല്ലാത്തത് കൊണ്ട് രണ്ടും കണക്കാണ്. അപ്പൊ കെട്ടുന്നവര് കെട്ടിക്കോട്ടെ, നീർത്തിടുന്നവര് നിർത്തിയിട്ടോട്ടെ, രണ്ടായാലും കുഴപ്പമൊന്നുമില്ല, രണ്ടും തുല്യാണ്. ഒന്നും അഫ്ളൽ എന്ന് പറയാനില്ല. മനസ്സിലായില്ലേ? അങ്ങനെ കെട്ടിയതിനു ശേഷം കെട്ടണോ? വേണമെങ്കിൽ കെട്ടിക്കോളി. എന്തിനാ കെട്ടുന്നതെന്നറിയോ? മയ്യത്ത് ഇനി അവിടെ നിന്ന് എടുത്തിട്ട് കട്ടിലിൽ വെക്കും, ഈ കട്ടില് കൊണ്ടുപോകും, കട്ടില് രണ്ടാമത് ഖബർക്ക് താത്താൻ വേണ്ടിയിട്ട് മയ്യത്ത് എടുക്കും. ഈ സമയത്തൊക്കെ ഈ കഫൻ തുണി, ചുറ്റിയ കഫൻ തുണി അഴിഞ്ഞു പോകും. ഇത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കെട്ടുന്നത്. ആ കെട്ട് സാധാരണ ഒന്ന് കാലിന്റെ ഭാഗത്തൊരു കെട്ടും, തലയുടെ ഭാഗത്തൊരു കെട്ടും, നടുവിലൊരു കെട്ടും കെട്ടുന്നു. ഇനി ഒരാള് 4 കെട്ട് കെട്ടി കിട്ടിക്കോളൂ, ഒരു കുഴപ്പമില്ല. 3 കെട്ടല്ല, ഞാൻ തെറ്റാണ്, അങ്ങനെയൊന്നുമില്ല. ഈ കെട്ടുകൊണ്ട് ഉദ്ദേശിച്ചത് സ്ഥിരമായ കെട്ടല്ല, മറിച്ച് പൊതിയൽ മാത്രമാണ് കടമ. കഫൻ ചെയ്യാന്ന് പറയാൻ പൊതിയാണ്, അത്രേ ഉള്ളൂ. പക്ഷെ ഈ പൊതി മയ്യത്തിനെ കൊണ്ടുപോവുകയും എടുക്കുകയും വെക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പൊതി അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, മയ്യത്തിന്റെ ഭാഗം വെളിവാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉറപ്പിന് വേണ്ടിയിട്ടുള്ള തൽക്കാല കെട്ട. അത് ഖബറ് വെക്കുന്നവരെ ഉള്ളൂ. ഖബറ് വെച്ചാൽ പിന്നെ ഒറ്റ കെട്ടുണ്ടാകാൻ പാടില്ല, എല്ലാം കെട്ട് വെച്ച്. ഏതൊഴിച്ച് നേരത്തെ പറഞ്ഞ ഈ മുൻദ്വാരത്തിലും പിൻദ്വാരത്തിലും പഞ്ഞി വെച്ചിട്ട് കോണകം കെട്ടിയ ആ കെട്ടൊഴിച്ച് ബാക്കി കെട്ടുകളൊക്കെ അഴിച്ചിടണം. അവിടെ ഇനി മുതിർന്ന വയസ്സായ പെണ്ണുങ്ങളാണ്. എന്നാൽ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ വയസ്സായ പെണ്ണുങ്ങളാവുമ്പം നെഞ്ഞത്തുള്ള സ്ഥലം മുല ഇളകിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പൊ ഈ മയ്യത്ത് ഇങ്ങോട്ടെടുത്ത് കൊണ്ടുപോയൊക്കെ ചെയ്യുമ്പോൾ ഇത് ഇളകും. ഇളകിയാല് ഈ വസ്ത്രം നീങ്ങിപ്പോകാൻ ഇടയുണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നെഞ്ഞത്ത് ഒരു കച്ച കെട്ടൽ സുന്നത്തുണ്ട്. മാറിടം മറയുന്ന നിരക്കുള്ള ഒരു കച്ച കെട്ടൽ സുന്നത്തുണ്ട്. പക്ഷെ അതും എന്തു വേണം? ഖബറിൽ വെച്ചാൽ അയച്ചു കളയണം. ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് മയ്യത്ത് എടുക്കുകയും വെക്കുകയും കൊണ്ടുപോയും വെക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്താവും, ഈ കഫൻ തുണി നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടും ഇളകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കെട്ടാണ്. പക്ഷെ ഇത് പ്രത്യേകിച്ച് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, മുതിർന്ന സ്ത്രീകൾ, വയസ്സായ സ്ത്രീകളാണെങ്കിൽ മാറിടത്തിൽ ഒരു കച്ച കെട്ടിയിരിക്കണം. അപ്പൊ തീരെ മുല വരാത്ത ചെറിയ കുട്ടികളോ അല്ലെങ്കിൽ മുല ആടിക്കളിക്കാനാകാത്ത നല്ല ആരോഗ്യമുള്ള യുവതികളോ ഒക്കെ ആണെങ്കിൽ കെട്ടിക്കൊള്ളണമെന്നില്ല. മുലങ്ങനെ ഇളകിക്കളിക്കാൻ ഇട സാധ്യത ഉള്ളതാണെങ്കിൽ അപ്പോ കഫൻ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കച്ചകെട്ടൽ സുന്നത്തുണ്ട്. അതന്നെ ഈ 3 എന്ന് പറഞ്ഞാൽ മയ്യത്ത് കെട്ടിന് 6 കാല്, മയ്യത്ത് കഫൻ തുണി ചെയ്യുമ്പോ 3 കെട്ട് എന്നൊക്കെ പറയുന്നത് ദീനിൽ ഇസ്ലാം കാര്യം 5ഉം ഈമാൻ കാര്യം 6ഉം പറഞ്ഞതിൽ ഒരുക്കാണ് എല്ലാ ദീനിന്ന് പുറത്തു വന്ന ആളുകളുടെ ഒപ്പ്. അതിനൊന്നും ഇനി കച്ചറ ഉണ്ടാക്കേണ്ട, നടന്നോട്ടെ, നമുക്കതിന് പ്രശ്നമൊന്നുമില്ല. നമ്മൾ അറിയുന്നവരെന്ത് മനസ്സിലാക്കി വെക്കുക, അതൊരു ഫർളായ കാര്യമൊന്നുമല്ല. മറിച്ച് ഇതുകൊണ്ട് ഉദ്ദേശം എന്താണ്? ഈ കഫൻ ചെയ്ത പൊതിഞ്ഞ തുണി അങ്ങോ നീങ്ങാതിരിക്കുക എന്ന് മാത്രമേ അതുകൊണ്ട് ഉദ്ദേശമുള്ളൂ. താൽക്കാലികമാണ്. അതിന് വേണ്ട കെട്ടുക, എത്രയായാലും കെട്ടിയിട്ടില്ലെങ്കിൽ പറഞ്ഞേക്കത് നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ധൈര്യത്തിന് വേണ്ടി കെട്ടുന്നു എന്നുള്ളൂ, അല്ലാതെ ഒരു സുന്നത്തോ അല്ലെങ്കിൽ പ്രത്യേകമായി കൽപ്പിക്കപ്പെട്ടതോ അല്ല ഈ കെട്ട്. ഓക്കെ. വയുക്കഫനുൽ മയ്യിത്തു, മയ്യത്തിനെ കഫൻ ചെയ്യപ്പെടേണ്ടത്
ബിമാ ഒരു വസ്ത്രം കൊണ്ടായിരിക്കണം. എങ്ങനത്തെ വസ്ത്രം? ലഹുലുബുസുഹയ്യൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ധരിക്കൽ ഹലാലായ, ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ധരിക്കൽ ഹലാലായ വസ്ത്രം ഏതാണോ ആ വസ്ത്രം കൊണ്ട് തന്നെയാണ് കഫൻ ചെയ്യേണ്ടതും. എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ച് പട്ട്, കുങ്കുമച്ചായം മുക്കപ്പെട്ടത് തുടങ്ങിയതൊക്കെ ജായിസാണ്. പുരുഷനെ സംബന്ധിച്ച് അത് പാടില്ല. എന്നാൽ വെള്ളയോ കളറോ കള്ളിയോ പുള്ളിയോ ഒക്കെ ഹലാലാണ്. പക്ഷേ വെള്ളയായിരിക്കൽ സുന്നത്താണ്. അത് സ്ത്രീക്കും പുരുഷനും. ഇനി ഒരാൾ വെള്ളയില്ലാത്ത കളറായിപ്പോയി, അതുകൊണ്ട് ഹറാമൊന്നും വരൂല, സുന്നത്തിന്റെ മാറ്റാണ്. കാരണം കൽപ്പന എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന ഉണ്ട്, ഇൽബസുൽ ബയാള ഫഇന്നഹു മിൻ ഖൈരി സിയാബിക്കും വകഫിനു ഫീഹി മൗതാക്കും. വെള്ള വസ്ത്രം ധരിക്കണം, അതാണ് ഏറ്റവും ഉത്തമമായ വസ്ത്രം. മരണപ്പെട്ടവരെ വെള്ളയിൽ നിങ്ങൾ കഫൻ ചെയ്യുകയും വേണം എന്ന കൽപ്പനയുണ്ട്. അതുകൊണ്ട് വെള്ളയാണ് അഫ്ളൽ എന്ന് മാത്രം. എന്നാൽ ജീവിതത്തിൽ ഹലാലായ കള്ളിയോ പുള്ളിയോ ഏതും കളറൊക്കെ ഹലാലി തന്നെയാണ്, തെറ്റൊന്നുമില്ല. ജീവിതത്തിൽ ഹലാലായതൊക്കെ കഫൻ ചെയ്യാനും പറ്റും എന്ന് പറയുമ്പോൾ ജായിസാണ്. ഹരീറുൻ 10 ജായിസാണ്. മുസാഫർ കുങ്കുമച്ചായ മുക്കപ്പെട്ട വസ്ത്രം. പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും, ആൺകുട്ടികൾക്ക് തക്ലീഫില്ലല്ലോ. അപ്പൊ തക്ലീഫില്ലാത്തടത്തോളം സ്വർണ്ണാഭരണം ധരിക്കൽ ഹലാലായതുപോലെ തന്നെ പട്ടും ധരിക്കൽ ഹലാലാണ്. അപ്പൊ അത് മരിച്ചാൽ കഫൻ ചെയ്യലും പറ്റും. പക്ഷേ മാൽ കറാഹത്തി, കണ്ടോ, അനുവദനീയമാണെങ്കിൽ പോലും കറാഹത്തുണ്ട്. വെള്ളയാണ് എല്ലാവർക്കും നല്ലത്, കുട്ടിയായാലും പെണ്ണായാലും ആണായാലും ഒക്കെ വെള്ളയാണ്. എന്നാൽ ജീവിതത്തിൽ ഹലാലാവുന്നത് ഹലാലാണ്, ഹറാമ് വരൂല അർത്ഥം. ചുരുക്കി വമഹല്ലു തജ്ഹീസിഹി, മയ്യിത്ത് പരിപാലനം നടത്താൻ വേണ്ടി എവിടെ തീരും അത്? വേഗം സമയം കഴിയാന്നല്ലോ പെണ്ണത്. 1 മണിക്കൂർ കൊണ്ട് ഇനി ഖബറിന്റെ ഭാഗത്തേക്ക് കടക്കാൻ നേരിന് അതിനിപ്പോ തന്നെ 1 മണിക്കൂർ കഴിഞ്ഞു. വിഷയമാണെങ്കിലോ എവിടെ എത്തിയിട്ടില്ല. മതി. ഇതിപ്പോ ഇനി നമ്മൾ സിലബസ് പൂർത്തിയാക്കിയിട്ട് പരീക്ഷ ചെയ്താണല്ലോ ഒന്നും അല്ലല്ലോ അല്ലെ, തീരൂലല്ലേ, കുറെ ഉണ്ട്, ഒരുപാടുണ്ട്. വളരെ പ്രധാനപ്പെട്ട അല്ല. നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ തീരും പറഞ്ഞിട്ട് അറിയില്ല. ഇതിലേ കഫൻ തുണിമലി എഴുതുന്നത് തൊട്ടിട്ട് ആ എഴുതുന്നത് എന്താണെന്ന് തുടങ്ങിയിട്ട് ഒക്കെ പറയാനുണ്ട്. അതെ, സിൽസില എഴുതുന്നതിന്റെ പുറമെ അഹ്ദ് എഴുതലുണ്ട്, അമാന എഴുതലുണ്ട്. ആ എഴുതാൻ പറ്റുമോ? പറ്റുമെങ്കിൽ എന്താണ് എഴുതേണ്ടത്? അമാൻ എന്താണ്? അഹ്ദ് എന്താണ്? അതുപോലെ തന്നെ പറ്റൂലെങ്കിൽ പിന്നെ അത് എഴുതേണ്ട രീതി എങ്ങനെയാണ് എന്നതിനെ പറ്റിയൊക്കെ പറയാണ്ട്. അതൊക്കെ ഇതിന്റെ മുമ്പ് വേടാനും, മയ്യത്ത് കൊണ്ടുപോണതിന്റെ മുമ്പ് വേടാനും, മറമാടുന്നതിന് മുമ്പ് വേണം. അതൊക്കെ പറഞ്ഞു തീർക്കാൻ ഈ സമയം കിട്ടുമോ? എവിടെ? നിങ്ങൾ അവിടെ 10 മീനിൽ ഇനി 2 വരിയെ കാണുന്നുണ്ടാവുള്ളൂ. അങ്ങനെ 2 വരി മണ്ടിപ്പോയാലേ ഇതുകൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല. കുറച്ചൊക്കെ കൂടാതെ കഴിയാത്ത കാര്യങ്ങൾ പറയണല്ലോ. അപ്പോ അത് ബാക്കി നാളെ പൂർത്തിയാക്കാം. അത് കേട്ട് നിങ്ങൾ അഹ്ദ് എഴുതുക എന്ന് അറിഞ്ഞിട്ടൊന്നുണ്ട്, അമാന എഴുതുക എന്ന് അറിഞ്ഞിട്ടൊന്നുണ്ട്, സിൽസില എഴുതുക എന്ന് പറഞ്ഞിട്ട് ഈ ചില തരീഖത്തുകാർക്ക് ഒരു ഏർപ്പാടൊന്നുമുണ്ട്. അത് നമ്മൾ വിട്ടാലും സാധാരണക്കാരായ നമ്മളെപ്പോലത്തെ ഇപ്പൊ അങ്ങനത്തെ തരീഖത്തും സിൽസിലയൊന്നും ഇല്ലല്ലോ. നമ്മള് സുന്നികളാണ്, നമ്മളെ ഉസ്താദന്മാര് നമ്മളെ മശായിഖന്മാരുമാണ്. അതിന് സിൽസില നമ്മൾ എഴുതിയക്കലൊന്നുമില്ല. എന്നാൽ ഈ അഹ്ദ് എന്നൊന്നുണ്ട്. ആ അഹ്ദ് എഴുതി വെക്കണം എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. അമാൻ എഴുതിയാൽ അതുകൊണ്ട് വലിയ ഗുണമുണ്ട് എന്ന് പറയുന്നവരുണ്ട്. അതെന്താണ് ഈ അഹ്ദ് എന്താണ്, അല്ലെങ്കിൽ അമാൻ എന്താണ്, അത് എഴുതി വെക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതി വെക്കണം എന്നതിനെ കുറിച്ചും, തുടർന്ന് മയ്യത്ത് കൊണ്ടുപോകേണ്ട രീതി എങ്ങനെ, അതൊന്നും തുൽമി പറഞ്ഞിട്ടില്ല. അതിനെപ്പറ്റിയൊക്കെ ചുരുങ്ങിയ തോതിൽ പറഞ്ഞുകൊണ്ടേ ഖബറിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനിപ്പഞ്ഞ് സമയമല്ല. ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ തുടർന്നുള്ള ദർസിൽ ആ ഭാഗം നമുക്ക് ഓതാം, ഒക്കെ പഠിച്ചു പോവുക. മനസ്സിലായില്ലേ? മറ്റേ മരിച്ചാൽ, ആള് മരണപ്പെട്ടാല് അന്ന് രാത്രി 2 റക്അത്ത് നിസ്കരിച്ച് അതിയാക്കുക എന്ന് പറഞ്ഞത് പണ്ട് പലരും, മുത്തല്ലിമീങ്ങളെ പറ്റി ഉസ്താദന്മാർക്കൊക്കെ നേരത്തെ തന്നെ അറിയാം. മുത്തല്ലിമീങ്ങളും സാധാരണക്കാരായ
ആളുകളൊക്കെ അവർ പുതുമയായിട്ട് കണ്ടല്ലോ. എന്നാലും അതിന് കിതാബിനോടത്ത് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ആളുകൾക്ക് എനിക്കും സംശയമില്ല. എന്നതിലൊരു എന്താണ് അഹിദ് എഴുതുന്നത്, എന്താണ് അമാന എഴുതുന്നത്, അങ്ങനെ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എവിടെ പറഞ്ഞു? അതിന് വല്ല അസുലും ദീനിലുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണ്? അതൊക്കെ മനസ്സിലാക്കി കൊണ്ടുപോയാൽ കുറച്ചുകൂടി നല്ലതല്ലേ? ഇൻഷാ അല്ലാഹ് ആ ഭാഗം റബ്ബ് തൗഫീഖ് ചെയ്താൽ അടുത്ത ക്ലാസ്സിലുണ്ടാവും. ഞാൻ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട വല്ലതോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യപ്പെട്ട കാര്യങ്ങളോ സംശയം ചോദിക്കാനുള്ളവരുണ്ടെങ്കിൽ ആ കെട്ടിട്ട കയറൊക്കെ കഴിച്ചിട്ട് കൊടുത്താൽ ആളുകൾ എന്തെങ്കിലുമൊക്കെ സംശയം ചോദിക്കാനുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വരാ. കുറച്ച് സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമു തന്നുകൊണ്ട് നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് അൽഹംദുലില്ലാഹ് കാര്യമായ കട്ടൊന്നും വന്നിട്ടില്ല. അൽഹംദുലില്ലാഹ്. 5 ചോദ്യോത്തരം കഴിയുന്നത് വരെ അങ്ങനെ കട്ടില്ലാതെയാണ് പോയി കിട്ടിയ ഖൈറായി. മൈക്ക് വിട്ടു ആ കയറിച്ചിട്ടാൽ ഇന്നാ വരുന്നവർക്കൊക്കെ വരാലോ. സ്റ്റീരിയോ മിക്സിൽ റെക്കോർഡിലിട്ടപ്പോ. പിന്നെ ഉസ്താദ്, ഞാൻ പ്രത്യേകമായിട്ട് വരാൻ കാരണം ചോദ്യം ചോദിക്കാനല്ല, ഞാൻ നിസ്കരിക്കാൻ പോവാണ്. സമയം ബാങ്ക് കൊടുത്തു. പിന്നെ നമ്മളെ ബഹുമാനപ്പെട്ട ജാറങ്കണ്ടിയുടെ ഒരു ബന്ധു, പിന്നെ അദ്ദേഹത്തിന്റെ മൂത്തമ്മയുടെ ഭർത്താവ് മുഹമ്മദ് ഹാജി തടുത്തുമർ ഇന്ന് പുലർച്ചെ മരണപ്പെട്ടു. മയ്യത്ത് നിസ്കരിക്കാനും പരലോകത്തിന് വേണ്ടി ദുആ ചെയ്യാനും അപേക്ഷ പ്രത്യേകം ദ്വാരിപ്പിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൈക്കിൽ വന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഉസ്താദ് പ്രത്യേകം ദ്വായിൽ ഉൾപ്പെടുത്തണം. അവരുടെ ഉമ്മയുടെ ജ്യേഷ്ഠത്തിന്റെ ഭർത്താവാണ് മരണപ്പെട്ടത്. അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്. നമ്മളെ സ്വന്തം ജാറങ്കണ്ടിയുടെ മൂത്തമ്മയുടെ ഭർത്താവാവുന്ന മൂത്താപ്പ മുഹമ്മദ് ഹാജി എന്ന്. അതുപോലെ നമ്മളെ കാവനൂർ ഉസ്താദ് പറഞ്ഞല്ലോ, നമ്മളെ കാമ്പ്രാമുട്ടിയില്ലാരെ മകളോ ആരാ പറഞ്ഞിന് ഓർമ്മണ്ടോ? കാമ്പുറാമുട്ടിയില്ലാരി പറഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്. ഞങ്ങളെ നാട്ടിലെ കുഴിമണ്ണ, നമ്മളെ പഴയ പള്ളിക്കലെ മുദരിസായിരുന്നു കാമ്പുറാമുട്ടിയില്ലാരി. വലിയ മഹാനായ ഫഖീഹായിരുന്നു. അദ്ദേഹത്തിന്റെ മകളാണ് പറഞ്ഞു. നേരത്തെ ടെസ്റ്റ് കണ്ടിരുന്നു. ഏതായാലും അവരുടെയൊക്കെ ആഖിറം അല്ലാഹു തആല സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളൊക്കെ അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ജീവിതത്തിലൊക്കെ അവർ ചെയ്ത എല്ലാ ഹൈറായ അമലുകളും അല്ലാഹു തആല പൂർണ്ണമായി ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബർ ജീവിതവും പരലോക ജീവിതവും അല്ലാഹു തആല സന്തോഷത്തിലും റാഹത്തിലും ആക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു തആല ആ കുടുംബങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഹൈറായത് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം നൽകുമാറാകട്ടെ. നാളെ അവരെ പോലെ നമ്മളുമൊക്കെ മരണപ്പെട്ട് ഖബറടങ്ങുന്ന സമയത്ത് പരലോക ജീവിതം റാഹത്തായി അള്ളാഹുവിന് പൊരുത്തപ്പെട്ട നിലക്ക് മുത്തഖീങ്ങളായി ജീവിച്ചു മരിച്ച് സ്വർഗം പോകി അള്ളാഹുവിന്റെ ലിഖാ കാണാനും ഹബീബിനെ കൂടെ ഒരുമിച്ച് കൂടാനും അവർക്കും നമുക്കും റബ്ബുൽ ഇസ്സത്ത് തമ്പുരാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വ്യാളാപ്പ മർഹൂം കാമ്പ്രവൻ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ മകൾ മറിയം ക്യാൻസർ ബാധിച്ചു. ഇന്നലെ രാത്രി മരണപ്പെട്ടു. 10 മണിക്ക് ഖബറടക്കം നിസ്കാരത്തിന് അപേക്ഷിക്കുന്നതാണ്. ഇനി ചെറുപ്പുസ്താദ് പറയുന്നത് ഉപ്പാന്റെ ആണ്ട് ദിവസവും കൂടിയാണ്. മാഷാ അല്ലാഹ്. അവസാനം നമുക്കൊരു ഫാത്തിഹ ഓതി ദ്വാരക്കാം. മനസ്സിലായില്ലേ? അപ്പോ ഇപ്പൊ തുടങ്ങിയല്ലേ, ലാസ്റ്റ് മതിയാക്കണതിന് മുമ്പ് ഇവരുടെ 3 ആളെ പേരിലും പ്രത്യേകിച്ച് നമ്മളെ പ്രിയപ്പെട്ട ചെറുപ്പുസ്താദിന്റെ പിതാവിന്റെ ആണ്ട് ദിവസം കൂടിയാണ്. അല്ലാഹു തആല അവരുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഖബർ ജീവിതം അല്ലാഹു തആല സന്തോഷമാക്കട്ടെ. ഖബറിടം സ്വർഗ്ഗത്തോട്ട് കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് നമുക്ക് ഒരു ഫാത്തിഹയും ഇഖ്ലാസും ഓതി ഹദിയാക്കി ദുആ ചെയ്ത് അവസാനിപ്പിക്കാം. ഇപ്പോ തൽക്കാലം ഇത്ര നിർത്തുന്നു. ഇനി ചോദ്യാർത്ഥികൾക്ക്
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദെ, ഇത് ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ സ്പീഡിൽ ഓതി പോകേണ്ട കാര്യമല്ല ഉസ്താദെ. ഈ മസാലകൾ സാധാരണ ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്ക് കൂടുതൽ അറിയില്ല. മറ്റു നിസ്കാരത്തിന്റെ ഒരു മസാല പോലെയല്ലല്ലോ ഇപ്പം ഇത് കൂടുതൽ ഞങ്ങൾക്ക് അറിയില്ല. അപ്പം ഇതൊന്നും സാധാരണ ഓതുന്ന എന്നെ പോലെയുള്ള ഒരു ഫതഹുൽ മാത്രം തന്നെ മത്തിന് ഓതിയിട്ട് ബാക്കി വിവരം അറിഞ്ഞോളണമെന്നില്ല. അതുകൊണ്ട് ഉസ്താദ് ഇക്കാര്യം വിശദമായിട്ടൊന്ന് പറയണം. പിന്നെ ഞങ്ങളവിടെ ഈ മുഖമക്കന മയ്യത്തിന് വെക്കുമ്പോൾ ആൾക്കാർ പറഞ്ഞു മുഖമക്കന എന്ന് പറഞ്ഞാൽ മുഖം മറയുന്നതാണ് മക്കന എന്നതാണ്. ഇപ്പൊ പെണ്ണുങ്ങൾ നിസ്കരിക്കുമ്പോൾ മുഖം മറയാതെ ഇടുന്നുണ്ടല്ലോ, അതിനോടൊപ്പം മക്കന എന്ന് പറയുന്നത്. പിന്നെ അതുകൊണ്ട് എന്താണ് കാര്യം? അവന് തലമറയാൻ വേണ്ടി മാത്രമല്ലേ, അതിന് മക്കന എന്നല്ല പറയേണ്ടത്. അതുകൊണ്ട് മുഖമക്കന ആവണമെങ്കിൽ അത് നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ മുഖവും കൂടി മറഞ്ഞ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഉസ്താദ്. അതുകൊണ്ട് ഈ മുഖമക്കന എന്നത് എന്താണെന്ന് ഉസ്താദ് ഈ വിഷയത്തിൽ പറഞ്ഞാൽ ഉപകാരമായിരിക്കും. അല്ലെങ്കിൽ ഈ വെറും തലമറയുന്ന മുഖം ഒഴിച്ചിട്ടുള്ള മക്കനയാണോ എന്നതാണ്. മറ്റൊന്ന് പിന്നെ ഫഖിമാറുൻ ഫലഫാഫത്താനി എന്ന് പറഞ്ഞിട്ടുണ്ട് ഉസ്താദെ. ഇവിടെ ഈ ലഫാഫത്താനി എന്ന് പറയുമ്പോൾ ഇത് തടിയുടെ ശരീരത്തിന്റെ നിറം കാണാത്ത രീതിയിലുള്ള അത്രയും ചെറിയ നേരിയ ഒരു ഓയിൽ പോലത്തതാണ് ഉസ്താദെ കാണേണ്ടത്, അല്ല കട്ടിയുള്ളത് തന്നെയാണ് ഉസ്താദെ? വിശദീകരിക്കുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും. പിന്നെ ഒരു ചോദ്യം കൂടിയുണ്ട്, പിന്നെ ഫോണിൽ ചോദിച്ചതാണ്. മക്കനാന്ന് നമ്മൾ പറയുന്നത് അറബികളുടെ പ്രയോഗത്തിൽ നിന്ന് മലയാളത്തിലേക്ക് കടന്നു കയറിയ പദങ്ങളിൽപ്പെട്ടതാണത്. മിഖ്ന എന്നാണ് ശരിക്ക് മക്കന എന്നത്. അതിന് ഹിമാർ എന്നായിക്കോളണം എന്നില്ല. മനസ്സിലായില്ലേ? ഹിമാർ എന്ന് പറയുമ്പോ അത് തലയും മാറും മറക്കുന്ന വസ്ത്രമാണ്. പഴയ കാലത്ത് ഉമ്മമാര് ധരിക്കുന്ന മക്കന. അതേസമയത്ത് മിഖ്ന എന്ന് പറയുമ്പോ അത് മുഖം കൂടി മറയുന്ന രീതിയിലുള്ളതാവുമ്പോഴേ ആ പേര് വരുള്ളൂ. നമ്മളെ മക്കന യഥാർത്ഥത്തിൽ ഹിമാറാണ്. ഹിമാറ് മുഴുവനും മക്കന അല്ല. മനസ്സിലായില്ലേ? ഇപ്പൊ ഇനി എന്തൊരു പേര് ഇപ്പൊ പറയലുണ്ടല്ലോ, മുഖം മറക്കണ സാധനം സ്വന്തം കിട്ടുമല്ലോ. എന്താ പറയാ? ചിലര് ഹിജാബ് എന്ന് പറയും. ഹിജാബ് എന്നല്ലാതെ അതിന് സ്വന്തം ഒരു പേര്. അത് മുമ്പൊക്കെ ഒന്നിച്ചുണ്ടാകുക. നിങ്ങളെ ഭാഗത്തൊക്കെ പ്രത്യേകിച്ചും ഈ മുഖമക്കന്റെ കൂട്ടത്തിൽ തന്നെ ഈ നിക്കാബ് എന്നാ പറയാം. ഈ നിക്കാബ് ഹിമാറിന്റെ കൂട്ടത്തിൽ ഉണ്ട്. അതിനാണ് മെക്കനാൽ എന്ന് ശരിക്ക് പറയുന്നത് പ്രയോഗം. ശരിയല്ലേ? അതല്ലാതെ തലയും മാറും മറയ, തലമറക്കൽ മാത്രമല്ല കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ഇറങ്ങി നിന്ന് മാറിടം പൂർണ്ണമായി മറയുന്ന നിലക്കാവുമ്പോഴാണ് ബുർക്ക എന്ന് പഴയ കാലത്ത് പറയാറുണ്ടായിരുന്നു. ബുർക്ക പക്ഷെ എന്താന്ന് വെച്ചാൽ കുപ്പായം തന്നെ ഒന്നിച്ചാണ് ഇക്കാലം. അതിന് മോക്കനായിട്ടില്ല. അത് കുപ്പായം തന്നെ തലയും മുഖവും മറയുന്ന രീതിയിൽ മുഖത്തിന് മേപ്പോട്ട് കയറ്റിടുന്നത് മാത്രമാണ്. അതാണ് ബുർക്ക. ബുർക്കൊക്കെ ഇപ്പൊ ഉപയോഗം പോയി. ഇപ്പൊക്കെ പർദ്ദാന്ന് അറിഞ്ഞിട്ട് കോലക്കേടാക്കി പിന്നെ ഒരു മഫ്ത കെട്ടണമൊക്കെ. ആ ഭാഗത്ത് ഏതായാലും ആട്ടെ, മുഖം മറയുന്നതോട് കൂടിയായാൽ വളരെ നന്നായി. എന്നാൽ ഹിമാർ എന്ന് പറയണമെങ്കിൽ മുഖം മറഞ്ഞു കൊള്ളണം എന്ന്. പിന്നെന്ത് അറിഞ്ഞേ? അതിലൊരു കാര്യം തോന്നുകൂടി. അൽഫാബത്താനി എന്ന് പറഞ്ഞാൽ ശരീരം ആകെ മറയുന്ന രണ്ട് തുണിയാണ്. ആ തുണി നിസ്കാരം സഹിയാകാൻ ആവശ്യമായ രീതിയിൽ തൊലിയുടെ നിറം കാണുന്നതിനെ തടയുന്നതായിരിക്കണം എന്നത് ഷർത്താണ്. അത് പുരുഷന് പറഞ്ഞ 3 തുണിയാണെങ്കിലും സ്ത്രീക്ക് പറഞ്ഞ 2 തുണിയാണെങ്കിലും ഒക്കെ ശരീരത്തിന്റെ നിറം കാണുന്നതിനെ തടയുന്ന തിരക്കുള്ളതായിരിക്കും. അത് കൽപ്പം കട്ടി കുറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ തൊലിയുടെ നിറം കാണാത്ത, ഔറത്ത് മറക്കാൻ പറ്റുന്ന രീതിയിലുള്ള കട്ടിയുള്ളതാവണം. ഉസ്താദെ, ഇന്നലെ സൗദി അറേബ്യയിൽ നിന്ന് ദർസുണ്ടാവുന്ന സമയത്ത് വിളിച്ചു ചോദിച്ചതാണ് ഉസ്താദെ. പിന്നെ ഉസ്താദ് പെട്ടെന്ന് കട്ടായി. അവിടുത്തെ ഡ്രൈവറാണ്. അദ്ദേഹം ഉംറക്ക്
ആദ്യമായിട്ട് വരികയാണ്. അദ്ദേഹത്തിന് കൂടുതൽ സൗദിയിൽ മക്കത്തിന്റെ റോഡൊന്നും അറിയില്ല. അങ്ങനെ ഇഹ്റാം ചെയ്ത് വന്നു. ഹറമിലേക്ക് കടക്കാനും മറ്റും സാധിക്കാതെ കുറെ ചുറ്റി വയ്യത്തിരഞ്ഞ് ബേജാറായി. കുറെ ഉച്ചവരെ പറഞ്ഞിട്ട് കയ്യാലപ്പോൾ സ്പോൺസർ വിളിച്ചു. അങ്ങനെ അദ്ദേഹം അത് ഒഴിവാക്കി പോയി. ഇതിനെക്കുറിച്ച് ഉസ്താദ് ചോദിക്കണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നു. അതിന്റെ ഹാൽ എന്താണെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇങ്ങനെ വല്ല പ്രശ്നവും സംഭവിച്ചാൽ ഞാൻ ഇങ്ങനെ തഹല്ലിലാകും എന്ന് നിങ്ങൾ കരുതിയിരുന്നു, നീയത്ത് കരുതിയിരുന്നു എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ അതൊന്നും എനിക്കറിയില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്നാണ് അദ്ദേഹം റിയാസ് എന്ന ഒരാൾ സൗദി അറേബ്യ എന്ന് ചോദിച്ചിരിക്കുന്നു. ഉസ്താദ്, അസ്സലാമു അലൈക്കും. അതൊന്നും ഒരു എതിറല്ല, എതിറായിട്ട് എണ്ണാൻ വന്നതും അല്ല. അദ്ദേഹം ഇപ്പോൾ ഇസ്ലാമിന്റെ നിയമപ്രകാരം എഹ്റാമിലാണ് ഉള്ളത്. എഹ്റാമിൽ ചെയ്യാൻ പറ്റാത്ത വസ്ത്രം ധരിക്കുക, നഖം മുറിക്കുക, മുടി നീക്കുക തുടങ്ങിയ ഏത് കാര്യങ്ങൾ ചെയ്യുന്നതും എഹ്റാമിൽ ചെയ്യുന്ന ഹറാമാവുന്നു. അറിയില്ല ഇനി എന്ന് പറഞ്ഞ ഒരു എതിറല്ലല്ലോ. നിങ്ങൾക്കറിയില്ല, ഇന്നിപ്പോ അറിയില്ല എന്ന് പറയുന്ന ഒരു എതിറാണോ? ദുന്യാവിൽ മശ്രിഖ് മഗ്രിബിടയിൽ രാവും പകലും 24 മണിക്കൂർ അള്ളാഹുത്തല ഒരു ദിവസത്തിന് പഠിച്ചിട്ടുണ്ട്. ആ 24 മണിക്കൂറും പഠിക്കാനും അറിയാനും സംശയം തീർക്കാനും സൗകര്യം ലോകത്ത് പരന്നു കിടക്കുക. ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് സംബന്ധമായ കാര്യങ്ങൾ പഠിക്കൽ ഫർളൈനാണ്. ഫർളൈനായ കാര്യം പഠിക്കാതെ എനിക്കതൊന്നും അറിയില്ല ഇനി എന്ന് പറയുന്നത് ഒരിക്കലും എതിരല്ല. അയാള് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉംറയുടെ ഇഹ്റാമിലാണ് ഉള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കുപ്പായും പാൻറ്റും ഇട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ അത് മാറ്റി ഇഹ്റാം വേഷം തന്നെ ധരിച്ച് കഴിയുന്നത്ര വേഗം മക്കയിൽ വന്ന് തവാഫും സയ്യും ചെയ്ത് തഹല്ലുലാവേണ്ടതാണ്. എന്നിട്ട് അറിയാതെ സംഭവിച്ചതായതുകൊണ്ട് നഖം മുറിക്കുക, മുടി നീക്കുക പോലത്തെ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഫിദിയ കൊടുക്കണം. അല്ലാതെ പാൻറ്റും കുപ്പായും ഇട്ട് മാത്രമാണെങ്കിൽ അത് അറിയാതെ ചെയ്തതായതുകൊണ്ട് അതിന് ഫിദിയ വേണ്ട. ഏതായാലും ആള് ഇപ്പോൾ സാക്ഷാൽ ഇഹ്റാമിൽ നിലകൊള്ളുകയാണ്. അക്കാര്യം അറിഞ്ഞാൽ ഉടനെ ചെയ്യണം. ഫിദിയ എന്ത്? ഫിദിയ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ത് ഫിദിയാന്ന്? ഹലോ, അസ്സലാമു അലൈക്കും. ഡ്യൂട്ടിക്ക് പോകാനായതുകൊണ്ട് പെട്ടെന്ന് വൈക്കെടുത്താണ് ഉസ്താദെ. പിന്നെ വിഷയം ഞാൻ ഇതുവരെ റേഡിയോയിലായിരുന്നു കേട്ടിരുന്നത്, വിശദീകരിക്കുന്നില്ല. ഞാൻ ഇതിന് മുന്നേ 2 വർഷം മുന്നേ ജിദ്ദയിലായിരുന്നു. അന്ന് ഹജ്ജിന് പോയിരുന്നുണ്ടായിരുന്നു. നിയമപ്രകാരമല്ല, പക്ഷെ സുഹൃത്തിന്റെ റൂമിലേക്ക് മക്കത്തേക്ക് പോവുകയും അവിടെ വെച്ചാണ് പിന്നീട് ഇഹ്റാം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് നല്ല ഇതുണ്ടാവുക എന്നുള്ളത് ഒരു സംശയം ഉണ്ടായിരുന്നു. അത് അറിയാനും കൂടിയാണ്. പിന്നെ ഉമ്മാക്കും ഉപ്പാക്കും സുഖമില്ലാത്തവരാണ്, അവരെ ദുആയിൽ ഉൾപ്പെടുത്തണം. എൻ്റെ ഒരു മൂത്തമ്മാന്റെ മകന് കിഡ്നി ഫെയിലായിട്ടുണ്ട്, വളരെ പ്രയാസമായ അവസ്ഥയിലാണ്. അത് എല്ലാവർക്കും വേണ്ടി ദുആയിൽ ഉൾപ്പെടുത്തണം എന്ന ആവശ്യത്തോടെ ദുആ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന്റെ രോഗം എത്രയും പെട്ടെന്ന് ശിഫയാക്കി അതിനുള്ള പരിഹാരം അല്ലാഹു തആല എളുപ്പമാക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുടെ ആഖിറം അല്ലാഹു തആല സന്തോഷത്തിലാക്കട്ടെ. ജീവിച്ചിരിക്കുന്ന വിഷമമുള്ള രോഗികളായ ആളുകൾക്ക് അല്ലാഹു തആല പൂർണ്ണമായ ശിഫയും ആഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജ് ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടി ഇഹ്റാം ചെയ്യാതെ മക്ക ഷരീഫിൽ പോയി അവിടെ തന്റെ ഒരു പരിചയക്കാരനെ അല്ലെങ്കിൽ ഒരു സുഹൃത്തിന്റെ റൂമിൽ താമസിച്ചു, പിന്നെ അവിടെ വെച്ച് ഇഹ്റാം ചെയ്തുകൊണ്ടാണ് ഹജ്ജ് നിർവഹിച്ചത് എങ്കിൽ മീഖാത്ത് നഷ്ടപ്പെട്ടു എന്നതിന്റെ പേരിൽ ഒരു ഫിദിയ ഉജൂബാവും. അറിയാതെ ചെയ്തതാണെങ്കിൽ അള്ളാന്റെ അടുക്കൽ കുറ്റക്കാരാവൂല. അറിഞ്ഞു ചെയ്തതാണെങ്കിൽ ഹറാമാണ്, അതിന് തൗബ ചെയ്യണം, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം. രണ്ടായാലും ഫിദിയ വേണം. ഫിദിയ എന്ന് പറഞ്ഞാൽ വാജിബാത്തിൽപ്പെട്ട ഒരു വാജിബാണ് മീഖാത്ത് ഇഹ്റാം ചെയ്യാൻ. അത് നഷ്ടപ്പെട്ടത് കൊണ്ട് അതിനുവേണ്ടി സാമ്പത്തികമായി കഴിയുമെങ്കിൽ ഒരു ആടിനെ വാങ്ങി ഹറമിൽപ്പെട്ട സ്ഥലത്ത് അറുത്ത് പാവപ്പെട്ട ആളുകൾക്ക് സദഖ ചെയ്യണം. അതാണ് അതിന്റെ ഫിദിയ. ഇനി സാമ്പത്തികമായി കഴിയാത്ത ആളാണെങ്കിൽ
3 നോമ്പ് ഫിദിയ എന്ന നിലക്ക് 3 നോമ്പ് നോൽക്കുക. പിന്നെ നാട്ടിലെത്തിയതിന് ശേഷം 7 നോമ്പും നോൽക്കുക. അങ്ങനെ 3ഉം 7ഉം 10 നോമ്പ് നോൽക്കുക. ഈ രണ്ടാലൊരു ഫിദിയ ചെയ്യൽ നിർബന്ധമാണ്. കാരണം മീഖാത്ത് നിങ്ങൾ എവിടെ വെച്ചിട്ടാണോ ഹജ്ജ് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചിരുന്നത് അവിടെ നിന്ന് തന്നെ ഇഹ്റാം ചെയ്ത് പോരേണ്ടിയിരുന്നു മീഖാത്തിന്റെ ഉള്ളിലാണെങ്കിൽ. അല്ലെങ്കിൽ മീഖാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്ത് പോരേണ്ടി. അത് ചെയ്യാതെ മക്കയിൽ വന്ന് പരിചയക്കാരന്റെ അടുത്ത് താമസിച്ച് അവിടെ വെച്ചാണ് ഇഹ്റാം ചെയ്തത് എന്നതുകൊണ്ട് ഒരു മീഖാത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ നഷ്ടപ്പെട്ടതിന് വേണ്ടി രണ്ടാലൊന്ന്, ഒരു പക്ഷേ ഒരാടർത്ത്, അത് മക്കത്ത് നിന്നാണ്, മക്കത്ത് നിന്ന് ഹറമിൽപ്പെട്ട സ്ഥലത്താവണം. ഹറമിൽപ്പെട്ട സ്ഥലത്ത് ഒരാടിനെ അറുത്ത് അത് അവിടെയുള്ള സാധുക്കൾക്ക് ധർമ്മം ചെയ്യണം. അതിന് കഴിവില്ലെങ്കിൽ 3 നോമ്പ് നോൽക്കുക. പിന്നെ നാട്ടിലെത്തിയിട്ട് 7 നോമ്പ് നോൽക്കുക. ഈ രണ്ടാലൊരു ഫിദിയ ചെയ്യൽ വുജൂബാണ്. പക്ഷേ അത് അടുത്ത കൊല്ലത്തെ ഹജ്ജിന്റെ മുമ്പ് ആയിക്കോളുന്ന അങ്ങനെയൊന്നുമില്ല. എപ്പോഴാണ് നമ്മളത് ചെയ്യുന്നത് അതുവരെ ആ കടമ നമുക്കുണ്ടാവും. ചെയ്യാൻ പറ്റുമ്പോൾ ചെയ്താൽ മതി. കഴിയുന്നത്ര വേഗം തീർത്താൽ ആ കടമ വീടുന്നു മാത്രം. അല്ലാതെ അടുത്ത കൊല്ലത്തെ ഹജ്ജിന്റെ മുമ്പ് ആയിക്കൊള്ളണം എന്ന് യാതൊരു നിബന്ധനയും ഇല്ല. നമ്മൾക്ക് സൗകര്യപ്പെടുമ്പോൾ ചെയ്യണം. അത് നമ്മുടെ മേൽ ഫർളായി കിടക്കും. ഓക്കെ. ഒരാളവിടെ ഉണ്ടായിരുന്നു, ഞാൻ അദ്ദേഹം എടുക്കുന്നു കരുതി. ഉസ്താദെ, പിന്നെ എനിക്കുള്ള സംശയം തന്നെ, നമ്മുടെ ഉസ്താദന്മാരൊക്കെ ഈ വിഷയം ക്ലാസ് എടുക്കുമ്പോ, മയ്യത്ത് പരിപാലനമായിട്ട് ക്ലാസ് എടുക്കുമ്പോ തുടക്കത്തിൽ പറയലുണ്ട്, നായക്കൾ ഉണ്ടെങ്കിൽ ദൂരെ കൊണ്ടുപോയി കെട്ടിയിടണം, തൊട്ടടുത്ത് ഉണ്ടാവരുത്, ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കണം, അല്ലെ റഹ്മത്തിന്റെ മലക്ക് വരില്ല. ചില വീടുകളിലൊക്കെ ഈ മരിച്ചു കിടക്കുന്ന ആള് നല്ല പരിപൂർണ്ണ മുമ്മിന് ഒക്കെ ആണെങ്കിൽ തന്നെ ചില മക്കളുടെ അനാസ്ഥ കൊണ്ടാണ് ഇങ്ങനെ നായക്കളും മറ്റുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ പരിപൂർണ്ണ മുമ്പിനായിരിക്കെ പിന്നെ ഇങ്ങനത്തെ ഫോട്ടോകളൊക്കെ ഉണ്ടായിരിക്കുമ്പോ മലായിക്കത്ത് അവിടെ പിന്നെ പ്രവേശിച്ച് റഹ്മത്തിന്റെ മലക്ക് വരൂലേ, തീരം വരില്ലേ എന്നുള്ള ഒരു സംശയമാണ്. പരിപൂർണ്ണ മുമ്പിനാണ്. അതോടെ തന്നെ ചില മുതലാളിമാരുടെ വീട്ടിലൊക്കെ അങ്ങനെ ഉണ്ടാവും. പിന്നെ അവിടെ ഒരു ചാക്കോ പായെന്തേലും കെട്ടി തൽക്കാലം മറക്കും. ആളുകളൊക്കെ വന്ന് പോകുമ്പോ കാണാതിരിക്കാൻ വേണ്ടി. ബാക്കി നായ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരിക്കും. ഒന്നല്ല, ഒന്നിൽ കൂടുതൽ നായക്കൾ ഉണ്ടായിരിക്കും മക്കളൊപ്പം. അപ്പൊ അവിടെ റഹ്മത്തിന്റെ മലക്ക് തീരെ പ്രവേശിക്കൂലേ എന്നുള്ള ഒരു സംശയമാണ് ഉള്ളത്. ഉസ്താദ് ഒന്ന് മറുപടി പറഞ്ഞ നന്നായിരുന്നു. നായ മരിക്കുമ്പോഴല്ലാതെ തന്നെ നായനെ പോറ്റൽ അനുവദനീയമാകണമെങ്കിൽ ഒരു പക്ഷേ വേട്ടക്ക് വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കണം. അതല്ലെങ്കിൽ കൃഷി കാവലിനോ മൃഗങ്ങളെ കാവലിനോ വീടും സ്വത്തും കാവലിനോ ഇങ്ങനെ കാവലിന് വേണ്ടി അല്ലെങ്കിൽ വേട്ടക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണെങ്കിലേ അത് ഒരു മുസ്ലിമായ മനുഷ്യന് നായനെ പോറ്റൽ ഹലാലാവൂ. ഇന്ന് ചോദ്യത്തിൽ ഉസ്താദ് ഉണർത്തിയതുപോലെ അന്തസ്സിന്റെയും അഭിമാനത്തിന്റെയും ചിഹ്നമായിട്ട് വലിയ വിലപിടിപ്പുള്ള 10,000 വില വരുന്ന വിദേശ പട്ടികളെ, ഒരു വീട്ടിൽ തന്നെ 2ഉം 3ഉം 4ഉം പട്ടികളെ പോറ്റുന്നത് അതൊരു അന്തസ്സായി. വീട്ടിൽ ഓരോരുത്തർക്കും ലെക്സസ് കാറ്, BMW കാറ്, അതുപോലെ തന്നെ മറ്റേ മെർസിഡസ് ബെൻസ്, ഇങ്ങനെ 4-5 കാറ് മുറ്റത്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു അന്തസ്സായതുപോലെ ഇത്തരം ചില നായക്കള് അന്തസ്സായി കാണുന്ന ചില ആളുകളുണ്ട്. അത് മരിക്കാതെ തന്നെ അന്തസ്സിന് വേണ്ടി അഭിമാനത്തിന് വേണ്ടി നായനെ പോറ്റൽ ഹറാമാണെന്ന് മാത്രമല്ല താൻ ചെയ്യുന്ന ഇബാദത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ആൾട്ടോ നായാണെങ്കിൽ കാറൊക്കെ ആൾട്ടോ എന്ന് പറഞ്ഞാലേ പഴയ കാലത്തുള്ള കൈതപ്പുറത്തുള്ള യാത്ര പോലെയാണ് ആൾട്ടോ. അതൊക്കെ ഇപ്പൊ ഒരു മനുഷ്യൻ എണ്ണുന്നതാണ്. ആലൂര് എത്താ പങ്കക്ക് ആൾട്ടോ ഒക്കെ കാറി കുറച്ച് തുപ്പും ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ എത്തും പറ്റാത്ത നമ്മളെ കുമ്മാമ പൊറുക്കാൻ നടക്കുന്ന കർപ്പത്തി തള്ളാരൊക്കെ കൊണ്ടെടുക്കുന്ന വാഹനമായി മാറിയെന്ന് ആൾട്ടോ. എവിടെങ്ങള് ഈ നായനെ പോറ്റലിനെല്ലാം ഈ 3-4 ആവശ്യത്തിന് വേണ്ടിയല്ലാതെ ഒന്നിരിക്കല് വേട്ടയ്ക്ക് വേണ്ടി, അതല്ലെങ്കിൽ കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ കാവലിന് വേണ്ടിയിട്ട്.
അല്ലാത്തത് മുഴുവനും ഹറാമാണ്. തന്റെ അമലുകളിൽ നിന്നിട്ട് പ്രതിഫലം നഷ്ടപ്പെട്ടില്ലാതായി പോവും. ഓക്കെ. ഇനി ആവശ്യത്തിന് വേണ്ടി തന്നെ പോറ്റുകയാണെങ്കിൽ വീട്ടിൽ നിന്നും അല്പം അകലത്ത് സ്വന്തമായി കൂടുണ്ടാക്കി അതിനെ മാറ്റി പാർപ്പിക്കേണ്ടതാണ്. വീടുമായി ബന്ധപ്പെട്ട് വീടിനോട് ചേർന്നുകൊണ്ട് യാത്രക്ക് പോകുന്ന സമയത്ത് വണ്ടിയിൽ കയറ്റി ഇരുത്തി കൊണ്ടു കിടക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഓർക്കാൻ കിടക്കുമ്പോൾ ഒപ്പം കിടത്തുന്നവരുണ്ട്. ആ ഭാഗത്തേക്ക് ഞാൻ വരുന്നില്ല. ഏതായാലും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ജീവനുള്ള വസ്തുക്കളുടെ സൂറത്തും നായയുമുള്ള വീട്ടിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലായിക്കത്ത് കിടക്കൂലാണ്. അത് ആള് നല്ല സൂഫിയായിട്ട് കാര്യമില്ല. ഈ ജീവനുള്ള വസ്തുക്കളുടെ രൂപമോ അതല്ലെങ്കിൽ ഈ നായയോ വീട്ടിലുണ്ടെങ്കിൽ അവിടെ റഹ്മത്തിന്റെ മലക്ക് കിടക്കൂല. റഹ്മത്തിന്റെ മലക്ക് കിടക്കാഞ്ഞാൽ ഈമാൻ ഊരപ്പെട്ടുകൊണ്ട് മരിക്കാൻ ഇടവരും. കാരണം അതൊക്കെ പറയാനിട്ടാ ഇതില് കാര്യമായിട്ട് നമ്മളെ നിഹാത്ത് ഹുസൈനിൽ ആ ഭാഗം വിശദമായി പറഞ്ഞിട്ടുണ്ട്. തുടക്കത്തില് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ ഞാൻ പിന്നെ വിട്ടേച്ചതാണ്. ആ ഭാഗത്തിലേക്കൊന്നും കടന്നു വരാതെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മരണമടുത്ത ഒരാളുടെ അടുത്തേക്ക് പിശാച് അവന്റെ മക്കളുടെ മൊത്തം കൂട്ടമായി പറഞ്ഞേക്കും. എന്നിട്ട് ആ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ വാപ്പന്റെ കോലത്തിൽ വരും, ഉമ്മാന്റെ കോലത്തിൽ വരും, ഉപ്പാപ്പാന്റെ കോലത്തിൽ വരും, ഉമ്മാമാന്റെ കോലത്തിൽ വരും, അപ്പാവന്റെ കോലത്തിൽ വരും, എളാപ്പ മൂത്താപ്പമാരുടെ കോലത്തിൽ വരും, ഉസ്താദന്മാരുടെ കോലത്തിൽ വരും. ഇങ്ങനെ പല മഹാന്മാരുടെയും മരണപ്പെട്ടുപോയവരുടെയും കോലത്തിൽ വന്നിട്ട് ഈമാൻ പേപ്പിക്കാൻ വേണ്ടിയിട്ട് നിരന്തരം ശ്രമിക്കും. അവിടെ അള്ളാഹുവിന്റെ മലക്ക് ഇറങ്ങി സംരക്ഷണം കൊടുത്തിട്ടില്ലെങ്കിൽ ഈമാൻ ഊരപ്പെട്ടു. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ദുആ ചെയ്യുന്ന സമയത്ത് കേട്ടോ, കാലം വരെ ഇല്ലാത്തപ്പോ പുതിയതായിട്ട് എന്തായാലും റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ് എന്ന് പതിവായി ദുആ ചെയ്യണം. കാരണം നല്ല സുന്നിയായി നല്ല മോമിനായി മുത്തഖിയായി ജീവിച്ചിട്ടും മരിക്കണ സമയത്ത് ഈമാൻ ഊരപ്പെടുന്ന അവസ്ഥ വരാതിരിക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഉൾപ്പെടെയുള്ള റഹ്മത്തിന്റെ മലായിക്കത്തിന്റെ സംരക്ഷണം വേണം. അത് പക്ഷേ നായയുള്ള വീട്ടിലേക്കും ജീവനുള്ള വസ്തുക്കളുടെ സൂറത്തുള്ള വീട്ടിലേക്കും കടന്നു വരികയില്ല. അത് പ്രത്യേകം സൂക്ഷിക്കണം. അത് പിന്നെ എപ്പോഴും പറയുന്ന വിഷയമായതുകൊണ്ട് ഉണർത്താതെ പോയതാണ്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ? നിസ്കരിച്ച് പറ്റുള്ളൂ ഉസ്താദെ. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളതേ, നമ്മളെ ഭാഗത്തൊന്നും ഉണ്ടാകാറില്ല ഉസ്താദെ. കഫംപുടയില് പിന്നെ ഈ കണ്ണൂര് ഈ വടക്ക് ഭാഗങ്ങളിലൊക്കെ കാണാൻ, അവിടെ ജോലി ചെയ്തപ്പോ കണ്ട കാര്യങ്ങളാണ്. ആ മൈലാഞ്ചിന്റെ ഇല കഫംപുടയിൽ ഇടാറുണ്ട്. അത് എന്താ, അതിന് വല്ല അടിസ്ഥാനവും ഉണ്ടോ അതോ അങ്ങനെ മാമൂലായിട്ട് ചെയ്യുന്നതാണോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. മൈലാഞ്ചിന്റെ ഇലകൾ വളർന്ന് കാണാം കഫംപുടയിൽ മയ്യത്തിന് വെക്കുന്നതിന് മുമ്പ്, കർപ്പൂരം ഇതൊക്കെ ഇടുന്ന പോലെ തന്നെ. അപ്പൊ അതിന്റെ കാര്യം അറിയാൻ വേണ്ടി അമ്മയ്ക്ക് ഇട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുഗന്ധവസ്തുക്കളുടെ കൂട്ടത്തിലാണെങ്കിൽ അത് പറ്റും. മനസ്സിലായില്ലേ? സുഗന്ധവസ്തുക്കളുടെ കൂട്ടത്തിലാണെങ്കിൽ ഓക്കെയാണ്. അല്ലെങ്കിൽ അതിന് പ്രത്യേക സുന്നത്ത് ഏതായാലും ഇല്ല. ഈ മൈലാഞ്ചിയുടെ പൂവ് നല്ല സുഗന്ധമുള്ള വസ്തുവാണ്. മൈലാഞ്ചിന്റെ ഇലക്കും ഒരു ജാതി സുഗന്ധമുണ്ട്. ശരിക്ക് സുഗന്ധമുണ്ടെങ്കിൽ സുഗന്ധ വസ്തു എന്ന നിലക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ അതിൽ പ്രത്യേകം പുണ്യമുള്ളതായിട്ട് കണ്ടിട്ടില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ ഒരാൾ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്താ ആളെ ഉദ്ദേശം മനസ്സിലായി, അറബിയിലാണ് എഴുതിയത്. അതിന്റെ അർത്ഥം പറയാനാണോ അല്ലെങ്കിൽ അതായത് തമീസാവാത്ത കുട്ടികൾക്ക് സ്വർണം ധരിക്കൽ അനുവദനമാണ് കസിവാരി വൽ ഖിലാദത്തി. അത് ഉസ്താദിനോട് ചോദിച്ചതിന്റെ വിശദീകരണമാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ അറബിയാണ് എഴുതിയത്, അതിന്റെ അർത്ഥം പറഞ്ഞത്. ചിലപ്പോൾ അതായിരിക്കും ഉദ്ദേശിച്ചത്. തമീസാവാത്ത കുട്ടികൾക്ക് സ്വർണ്ണാഭരണങ്ങൾ ധരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഓക്കെ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. തമ്മീസായ കുട്ടികൾക്ക് തന്നെ ധരിക്കാൻ പറ്റും. അതല്ലേ തമ്മീസാകാത്ത കുട്ടികൾക്ക് പട്ടും ധരിക്കാം. അതുപോലെ സ്ത്രീകൾക്ക് മാത്രം ഉപയോഗിക്കുന്ന കുങ്കുമച്ചായം മുക്കപ്പെട്ടതും ധരിക്കാം.
സ്വർണ്ണാഭരണവും ധരിക്കാം, യാതൊരു കുഴപ്പമില്ല. തമ്മീസായ കുട്ടിക്കാണെങ്കിൽ തന്നെയും ഹറാമില്ല. പക്ഷേ തമ്മീസായ കുട്ടികളെ ശറഅന്റെ തക്ലീഫുകളെ പരിശീലിപ്പിക്കാൻ തുടങ്ങേണ്ടതായതുകൊണ്ട് സ്വർണ്ണാഭരണം, പട്ട് പോലത്തത് വകതിരിവെത്തിയ കുട്ടികൾക്ക് ഒഴിവാക്കേണ്ടതാണ്. എന്നാൽ ഹറാമ് എന്നുള്ള ഹുക്മ് തക്ലീഫ് വരുന്നതോടു കൂടിയേ വരൂ. അതിനു മുമ്പ് അത് ഒഴിവാക്കേണ്ടതാണ്. ഏതായാലും തമ്മീസാകാത്ത കുട്ടികൾക്ക് സ്വർണ്ണാഭരണവും ഹലാലാണ്, പട്ടും ഹലാലാണ്. പറഞ്ഞ കൂട്ടത്തിൽ നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തല്ലോ അത്. ഓക്കെ, ഇനി എന്താ തെക്കുമല ഉസ്താദ് കൈവന്നു ചെയ്യണം. ഇനി വല്ലാതെ നീട്ടൂല. 6 മണിയായാൽ പിന്നെ വല്ലാതെ നീട്ടൂല. ഇല്ലാത്തോണ്ട് പൊക്കിയത് ഉസ്താദ്. ഒന്ന് നമ്മുടെ ജാറങ്കണ്ടിയുടെ പിന്നെ മൂത്താപ്പ ഉമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് മുഹമ്മദ് ഹാജി തടത്തുമ്മൽ മരണപ്പെട്ടത് ഉസ്താദ് ദുആയിൽ ഉൾപ്പെടുത്തണം. പിന്നെ വേറൊന്നുള്ളത് ചോദിക്കാനുള്ളത് ഒരു ഫാമിലിക്കുള്ള ചോദ്യമാണ്. നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് ഹദ്ദാദ് ചൊല്ലുമ്പോ ആയത്തുൽ കുർസി ഫാത്തിഹയൊക്കെ ദിക്ർ എന്ന് നിയ്യത്ത് ചെയ്തിട്ട് 4 ഫാത്തിഹയൊക്കെ ഓതാൻ പറ്റുമോ? അതല്ല ഫാത്തിഹ കട്ട് ചെയ്യാണോ വേണ്ടത് ഖുർആൻ ആയതുകൊണ്ട് എന്നൊരു ചോദ്യം മൈക്ക് വിട്ടു. ഹദ്ദാദ് പതിവായി ചെല്ലുന്ന ആളുകളാണെങ്കിൽ റാത്തിബായ ദിക്ർ എന്ന നിലക്ക് അതിന്റെ തുടക്കത്തിലുള്ള ഫാത്തിഹ, ആയത്തുൽ കുർസി, ആമന റസൂല്, പിന്നെ പറഞ്ഞ ദിക്ർ ഒക്കെ അനുവദനീയമാണ്. പക്ഷേ ഹദ്ദാദിന് ശേഷം ഫാത്തിഹ വിളിക്കുന്നത് മഹാന്മാരായ മശായിഖന്മാരുടെയും കഴിഞ്ഞുപോയും ബന്ധപ്പെട്ട ആളുകളുടെയും പേരിൽ ഫാത്തിഹ ഓതി ദുആ ചെയ്യുകയാണ്. അവിടെ റാത്തിബത്തായ ദിക്ർ എന്ന നിലക്കല്ല. യഥാർത്ഥത്തിൽ അത് ഹദ്ദാദിന്റെ ഭാഗം അല്ലതാനോ. മനസ്സിലായില്ലേ? ഈ ലാസ്റ്റ് നമ്മൾ ഫാത്തിഹ ഓതുന്നുണ്ടല്ലോ, സ്വാഹിബ് റാത്തിബ്, അതുപോലെ തന്നെ ഫഖീർ മുഖദ്ദം, പിന്നെ മറ്റ് സൂഫികള സാദാത്ത് സൂഫിയ, പിന്നെ കഴിഞ്ഞു പോയ മഹാന്മാര്, ഇവരുടെയൊക്കെ പേരിൽ ഫാത്തിഹ ഓതുക എന്ന് പറയുന്നത് ഖുർആൻ ഓതി അതിയാക്കുക എന്ന നിരക്ക് തന്നെയാണ്. അത് പക്ഷേ ഖുർആൻ ഓതാൻ പറ്റുന്നവർക്ക് ഓതാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് അത് ഓതാൻ പാടില്ല. അതേസമയത്ത് റാത്തിബത്തായ ദിക്ർ എന്ന നിലക്കാണ് ഹദ്ദാദ് റാത്തീബ്. അതിന്റെ തുടക്കത്തിലുള്ള ഫാത്തിഹയും ആയത്തുൽ കുർസിയും ആമന റസൂലും ഒന്നും അവിടെ ഖുർആൻ ഓതുക എന്ന നിലക്കല്ല ഓതുന്നത്. അത് ഈ പറഞ്ഞ പതിവായി ചെയ്യുന്ന റാത്തിബത്തായ ദിക്ർ എന്ന നിലക്കാണ് അത് ചെയ്യാം. പക്ഷെ അവസാനത്തത് അവിടെ നമ്മൾ പറയുന്ന ഇലാവറത്തി ഫാത്തിഹ ഓതി അതിയാക്കുകയാണ്, ഖുർആൻ ഓതി അതിയാക്കുക തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഖുർആൻ എന്ന ഉദ്ദേശത്തോടു കൂടി നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് ആ ഭാഗം ഒഴിവാക്കി ദിക്ർ അവസാനം വരെയുള്ളത് ചെല്ലുന്നതാണ് നല്ലത്. അതിന്റെ തുടക്കത്തിലുള്ള ഫാത്തിഹ ആ ദിക്റിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് ആയത്തുൽ കുർസിയും ആമന റസൂലും. ഒരു ചോദ്യം കൂടി ഇവിടെ വന്നിട്ടുണ്ട്. ചോദിച്ചെന്ന് അറിയില്ല, നിസ്കരിക്കാൻ പോകുന്നതിന് മുമ്പ് അയച്ചെന്ന ചോദ്യമാണ്. ചോദിച്ചെങ്കിൽ മറുപടി പറയണ്ട. ഉസ്താദെ, ഒരു ചോദ്യം. ഒരു പെൺകുട്ടിയെ ഒരാൾ നിക്കാഹ് ചെയ്തു, കല്യാണം കഴിക്കാതെ മരണപ്പെട്ടാൽ ആ പെണ്ണ് മറയിലിരിക്കണോ? നിക്കാഹ് ചെയ്തതിന്റെ 2 ദിവസം കഴിഞ്ഞ് ആക്സിഡന്റിൽ അയാൾ മരണപ്പെട്ടത് എന്നാണ് ചോദ്യം. നിക്കാഹ് ചെയ്തു, കല്യാണം കഴിച്ചിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പെണ്ണ് മറയിലിരിക്കണോ ഭർത്താവ് മരണപ്പെട്ടാൽ എന്ന ചോദ്യം. നിക്കാഹ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞാൽ ആക്സിഡന്റിലാണ് മരണപ്പെട്ടത്. ചുരുക്കി പറഞ്ഞാൽ വീട്ടിലേക്ക് കൂട്ടിയിട്ടില്ല എന്നായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. ഏതായിരുന്നാലും അങ്ങനെയാണ് ചോദ്യം വന്നത്. ഞാൻ മൈക്ക് വിട്ടു. പിന്നെ നാളെ ഉസ്താദിന്റെ ക്ലാസ് ഉണ്ടാവോ എന്നുള്ള അറിയിക്കാം. നാളെ നമ്മളെ ഡോക്ടർ ജലീൽ ക്ലാസ് എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. മൂപ്പർക്ക് ഒരു ദിവസം കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതുകൂടി ഒന്ന് അറിയിച്ചാൽ നന്നായിരിക്കും ഇൻഷാ അല്ലാഹ്. നിക്കാഹ് കഴിഞ്ഞ് ഈജാബും കബൂലും കഴിഞ്ഞ ഉടനെ തന്നെ ഭർത്താവ് മരിച്ചാലും 4 മാസവും 10 ദിവസവും ആ സ്ത്രീ ഇദ്ദയിരിക്കൽ വുജൂബാണ്. മറയിലിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇദ്ദാന്നല്ലേ, വഫാത്തിന്റെ ഇദ്ദ. ആ ഇദ്ദ നിർബന്ധമാണ്. അത് ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടുകയോ വീട് കൂടുകയോ ചെയ്തതിന് ശേഷം എന്ന ഷർത്തില്ല. നിക്കാഹ് സഹീഹായ നിക്കാഹ് കഴിഞ്ഞ ഉടനെ തന്നെ
ഭർത്താവ് മരണപ്പെട്ടാലും ഇദ്ദ വുജൂബാവുന്നു. ഓക്കെ. പിന്നെ ബഹുമാനപ്പെട്ട ഡോക്ടർ ജലീലിന്റെ ക്ലാസ് നമ്മളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുകയും നമ്മളൊക്കെ ഒരുപാട് കാലം ആവശ്യപ്പെടുകയും ചെയ്തതാണ്. നമ്മൾ പിന്നെ പഴയ കാലത്തനുസരിച്ച് ഉമറുൽ ഫാറൂഖ് അത് കേട്ടണ കേശിരി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഒരു വിദേശയാത്ര പോയി. ആ വിദേശയാത്ര പോയിട്ട് തിരിച്ചെത്താൻ കുറച്ച് താമസിച്ചപ്പോ ആളുകൾക്കൊക്കെ മഹാനവറുകളെ കാണാനുള്ള ആഗ്രഹമായി. അങ്ങനെ തിരിച്ചു വരുന്നുണ്ട് എന്ന് കേട്ടപ്പോ എല്ലാവരും കൂടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പോയ വഴിയിൽ ഏറ്റവും മുമ്പിലെത്തിയത് കുട്ടികളാണ്. വലിയോരെത്തുന്നതിന് മുമ്പ് കുട്ടികൾ മുന്നിലെത്തി. അപ്പൊ തന്നെ സ്വീകരിക്കാൻ വേണ്ടി വന്നവരുടെ കൂട്ടത്തിൽ മുമ്പിൽ കുട്ടികൾ എത്തിയപ്പോ വലിയ സന്തോഷമായി ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ കുട്ടികൾക്ക് ഒരു സന്തോഷത്തിന് എന്നുള്ള നിലക്ക് മഹാനവറുകൾ ഒരു പ്രഖ്യാപനം നടത്തിയ ഈ മദ്രസ ക്ലാസ് വ്യാഴാഴ്ച ഉച്ച മുതൽ ശനിയാഴ്ച രാവിലെ വരെ ലീവ് അനുവദിച്ചിരിക്കുന്നു, പൊതു അവധിയാക്കിയിരിക്കുന്നു. അത് മാറ്റം വരുത്തുന്നവർക്കെതിരിൽ കേടായിട്ട് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ അതുകൊണ്ടാണ് വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞാൽ പഴയ കാലത്തൊക്കെ ഉസ്താദന്മാര് ദർസ് വരെ നിർത്തിവെക്കും. പിന്നെ ശനിയാഴ്ച രാവിലെയാണ് ദർസ് ഉണ്ടാവുക, ഔദ്യോഗിക ദർസ്. അപ്പൊ അത് ഈ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രഖ്യാപനം മുതൽക്ക് നടപ്പിൽ വന്നതാണ്. അപ്പൊ നമ്മളെ ദർസ് ഇനിയിപ്പോ ഇവിടെ എനിക്ക് ഒഴിവുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യാറില്ല, വ്യാഴാഴ്ച ഉച്ചന്റെ ശേഷം ദർസ് നടത്താറില്ല. പിന്നെ എന്തെങ്കിലും നാടൻ ചരിത്രം പറയാറോ പോലത്തെ എന്തെങ്കിലും പറയാന്നല്ലാതെ അതിനിപ്പോ ഡോക്ടർ പറയാനുണ്ടാവുമ്പോ പിന്നെ നമ്മളിപ്പോ ഇതിന്റെ ഇടക്ക് അപ്പം നാളെ ബഹുമാനപ്പെട്ട ഡോക്ടർ ജലീൽ സാറിന്റെ ആരോഗ്യ ക്ലാസ് ഉണ്ടാവും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് ഇൻഷാ അല്ലാഹ് ശനിയാഴ്ച വീണ്ടും റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ കാണാം. ആരാണ് സയ്യിദ്? ആയിക്കോട്ടെ, വേറെ ഒരാളുകൂടി കൈമുക്കിയിട്ടുണ്ട്. ഉടനെ അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. തങ്ങൾ പാപ്പയാണെന്നാ തോന്നുന്നത്. ഏതായാലും ശബ്ദമില്ലല്ലോ, തീരെ ശബ്ദമില്ലാതെ എന്താ ഇനിയിപ്പോ ചിലപ്പോ വേണമെങ്കിൽ മുമ്പ് മൈക്കെടുത്ത് പരിചയമില്ലാത്ത പുതിയ ആളുകളാവെങ്കിലും ആവാം. ഏതായാലും തീരെ ശബ്ദം കേട്ടിട്ടില്ല. അപ്പൊ അത് കൊണ്ടൊന്നും പറയാൻ കഴിയില്ല. അപ്പൊ അത് എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യേണ്ടതാണ്. സമയം വളരെ 6:10 കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന് പരിചയമില്ലെങ്കിൽ അഡ്മിന്മാർക്കാർക്കെങ്കിലും എന്ത് ചെയ്താൽ മതി, അത് PM അടിച്ച് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ മൈക്കൊന്ന് ശരിയാക്കിയിട്ട് രണ്ടാമത് മൈക്ക് എടുക്കാവുന്നതാണ്. ഉസ്താദെ, പിന്നെ നമ്മുടെ കാവലൂർ ഉസ്താദിന്റെ ഒരു എളാപ്പുണ്ടായിരുന്നു, ഒരു ദർശനത്തിന്റെ പണ്ഡിതൻ, പള്ളിയിൽ വെച്ച് മരണപ്പെട്ട ഒരാൾ. അദ്ദേഹത്തിന്റെ മകള് ക്യാൻസർ ആയിട്ട് മരണപ്പെട്ടിട്ടുണ്ട്. മറിയം എന്നാണ് മഹദിയുടെ പേര്. ഇന്നലെ രാത്രി മരണപ്പെട്ടതാണ് 10 മണിക്ക്. അപ്പൊ അത് ഉസ്താദ് ദുആയിൽ ഉൾപ്പെടുത്തണം. പിന്നെ ജാറങ്കണ്ടിയുടെ പിന്നെ മൂത്താപ്പാടെ പേര് ഞാൻ ഉസ്താദിന് PM ചെയ്തിട്ടുണ്ട്. അതും കാവനൂർ ഉസ്താദിന്റെ എളാപ്പയാകുന്ന അഹമ്മദ് കുട്ടി മുസ്ലിയരുടെ മകള് മറിയം എന്ന മഹദി ക്യാൻസർ ആയിട്ട് ഇന്നലെ മരണപ്പെട്ടത്, അത് ഉൾപ്പെടുത്ത ഉസ്താദ് ദുആയിൽ മൈക്ക് വിട്ടു. ഈ സയ്യിദ് അവറുകൾ പുതിയ വായിട്ട് അഡ്മിന്മാരാരെങ്കിലും ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന് വേണ്ട സഹായം ചെയ്തു കൊടുക്കണം. പരിചയം വരുന്നേ ഉണ്ടാവുള്ളൂ. മൈക്ക് എടുക്കേണ്ടിയും മറ്റുമൊക്കെ. മൈക്ക് എടുത്തെങ്കിലും ശബ്ദം എന്തുകൊണ്ടാണ് ഇല്ലാത്തതെന്ന് അറിയില്ല. അത് അതിന് വേണ്ടത് ചെയ്യണം എന്നുണർത്തുന്നു. കാമ്പുറ നാമൊട്ടുകാരെ എമ്മക്കാരെ അയാളെ പറ്റി ഒരുപാട് പറയാനുണ്ട്. വലിയ മഹാനാണ്.
ഞങ്ങളെ കുഴിമണ്ണ പഴയ പള്ളിയിൽ വെച്ച് നമ്മളെ കീശേരി ഉസ്താദിന്റെ പേരന്റെ തൊട്ടു മുമ്പുള്ള ജുമാഅത്ത് പള്ളിയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വെച്ചാണ് മഹാനവറുകൾ വഫാത്തായത്. അല്ലാഹു തആല അവരുടെയും ആ മരണപ്പെട്ട സഹോദരിയുടെയും ഒക്കെ ആഖിറം സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ. ഞങ്ങൾക്ക് ഒരുപാട് പല ബന്ധമുണ്ട്, വളരെ രസകരമായ ചില ചരിത്രങ്ങളൊക്കെ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നെ സമയം കിട്ടുമ്പോ പറയാം. ഏതായാലും അവരുടെ മകൾ വഫാത്തായി, അല്ലാഹു തആല റാഹത്താക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ജാറങ്കണ്ടിയുടെ മൂത്താപ്പ, അവരുടെയും ആഖിറം അല്ലാഹു തആല സന്തോഷത്തിലാക്കി. ഒരാള് മൈക്കിന് ഇങ്ങനെ കൈപൊക്കി നിൽക്കുന്നുണ്ട്, ഒന്ന് പെട്ടെന്ന് മൈക്ക് എടുക്കുക, എന്നിട്ട് നമുക്ക് നിർത്തണം. ക്ഷമിക്കാൻ ഞാൻ നേരത്തെ പുറത്തു പോയതാണ്. ചെറിയൊരു സംശയമാണ്. ഉറക്ക ഓതുന്ന സുന്നത്തുള്ള നിസ്കാരങ്ങളിൽ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ മാത്രമാണ്, അത് ഒറ്റക്ക് നിസ്കരിക്കുന്ന ഒരാൾ ഒറ്റക്ക് റൂമിൽ നിസ്കരിക്കുകയാണെങ്കിൽ കുറച്ച് ഒരു അത്യാവശ്യം ഉച്ചത്തിൽ ഓടുന്നത് എന്തെങ്കിലും വിരോധം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സുഹൃത്ത് ചോദിക്കാൻ വേണ്ടി പറയാണ് ഉസ്താദ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഉറക്ക ഓതൽ സുന്നത്തുള്ള നിസ്കാരങ്ങളിൽ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമിന് മാത്രം സുന്നത്തുള്ള കാര്യമല്ല, ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളുകൾക്കും ഉറക്കോതൽ സുന്നത്തുണ്ട്. പക്ഷേ വ്യത്യാസം എന്താന്ന് വെച്ചാല്, ഇമാമിന് ഖുർആൻ ഉറക്കോതൽ സുന്നത്തുള്ളതുപോലെ പോക്കുവരവുകളുടെ തക്ബീറുകൾ ഉറക്ക ചെല്ലൽ സുന്നത്തുണ്ട്. ഒറ്റക്ക് നിസ്കരിക്കുന്നവർ അത് ചെയ്യൽ സുന്നത്തില്ല. പോക്കുവരവുകളുടെ തക്ബീർ ഉറക്കോത നിസ്കാരത്തിലാണെങ്കിലും അല്ലാത്ത നിസ്കാരത്തിലാണെങ്കിലും ഒറ്റക്ക് നിസ്കരിക്കുന്നവർ പതുക്കെയാണ് ചെല്ലേണ്ടത്. പക്ഷെ ഖുർആൻ ഓത്ത്, അത് ഫാത്തിഹ സൂറത്തായാലും ശേഷം ഓതുന്ന സൂറത്തായാലും, അത് ഉറക്കോതൽ സുന്നത്തുള്ള നിസ്കാരങ്ങളിൽ ഇമാമായി നിസ്കരിക്കുന്ന ഇമാമിന് സുന്നത്തുള്ളതുപോലെ ഒറ്റക്ക് നിസ്കരിക്കുന്നവർക്കും ഉറക്കെ ഓതൽ സുന്നത്താവുന്നു. ഓക്കെ. കുനൂത്തും അങ്ങനെ തന്നെ. ഇമാമിന് മാത്രമേ കുനൂത്ത് അങ്ങനെയല്ല, കുനൂത്ത് ഉറക്കോതുന്ന ഇമാമിന് മാത്രമേ സുന്നത്തുള്ളൂ ഉറക്കോതൽ. അത് മഅ്മൂമിന് ഉറക്കോതൽ സുന്നത്തില്ലാത്തതുപോലെ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളുകൾക്കും ഉറക്കോതൽ സുന്നത്തില്ല. ഖുർആൻ മാത്രം ഉറക്കോതുക. അതായത് മഗ്രിബിന്റെ ആദ്യത്തെ 2 റക്അത്ത്, ഇശാഇന്റെ ആദ്യത്തെ 2 റക്അത്ത്, സുബ്ഹി നിസ്കാരം എന്നിവയിൽ ഉറക്കെ ഓതൽ സുന്നത്തുള്ള നിസ്കാരമാണ്. അവിടെ ഒറ്റക്ക് നിസ്കരിക്കുന്നവരും ഉറക്കോതൽ സുന്നത്താണ്, ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോഴും ഉറക്കോതൽ സുന്നത്താണ്. ജമാഅത്തായിട്ടാവുമ്പോൾ ഇമാം ഉറക്കോതും, ഒറ്റക്ക് നിസ്കരിക്കുന്നവൻ അവനവൻ ഉറക്കോതും, സുന്നത്ത് തന്നെയാണ്. സെയ്ഫ് എളങ്കൂർ എന്ന റേഡിയോ ശ്രോതാവിന്റെ പെങ്ങളുടെ അമ്മോച്ചൻ കോട്ടക്കുത്ത് അബ്ദുള്ള എന്നയാൾ കഴുത്തിന് ക്യാൻസർ വന്ന് ചികിത്സയിലാണ്, ഉസ്താദ് ദുആ ചെയ്യണം എന്ന് കീശേരി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിക്ക്, അബ്ദുള്ള എന്നാൾ, മോശം കാക്ക കോട്ടക്കുത്ത് അബ്ദുള്ള എന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസ് ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആയുസ് എത്തിയതാണെങ്കിൽ ദുരിതത്തിലും പ്രയാസത്തിലുമാകാതെ അല്ലാഹു തആല എളുപ്പത്തിൽ ഹുസ്നുൽ ഖാത്തിമത്തിന്റെ മൗത്ത് കൊടുത്ത് സലാമത്താക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ നമ്മുടെ ജാറങ്കണ്ടിയുടെ മൂത്താപ്പ, അതുപോലെ തന്നെ കാമറാമുട്ടിലാരുടെ മകള് തുടങ്ങിയ, അതുപോലെ തന്നെ നമ്മളെ പ്രിയപ്പെട്ട ചെറൂപ്പ് ഉസ്താദിന്റെ പിതാവിന്റെ ആണ്ട് ദിവസമാണ്. അവരുടെ ഒക്കെ പേരിൽ ഒരു ഫാത്തിഹയും ഇഖ്ലാസും അബിദത്തീനും ഓതി ചെറുതായി ഒന്ന് ദുആ ചെയ്യാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد
അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين الذي يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على عبدك ورسولك سيدنا محمد وعلى آل سيدنا مولانا محمد. അർഹമർറഹീമായ റബ്ബേ, സാധുക്കളായ ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾ ഓതിയത് ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കി അതിന്റെ സവാബിനെ നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ മുത്തഖീങ്ങളുടെ ഹദ്റത്തിലെത്തിച്ച് അവരുടെ ദർജകളെ നീ ഉയർത്തി കൊടുക്കണേ തമ്പുരാനെ. അവരുടെയൊക്കെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങൾക്ക് നീ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്നിട്ട് മരണപ്പെട്ടു പോയ ആഖിറം നീ സന്തോഷമാക്കണേ അല്ലാഹ്. പടച്ചവനെ, പ്രത്യേകിച്ച് ഞങ്ങളെ ചെറുപ്പ് ഉസ്താദിന്റെ വാപ്പ മരിച്ച ആണ്ട് ദിവസമാണ്. അവരുടെ ഖബറുടെ നീ സന്തോഷത്തിലും സ്വർഗത്തോപ്പുമാക്കി കൊടുക്കണേ തമ്പുരാനെ. പരലോക ജീവിതം നീ റാഹത്തിലാക്കണേ അല്ലാഹ്. വല്ല തെറ്റുകുറ്റങ്ങളും ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ വിട്ടുകൊടുത്ത് മാപ്പാക്കി കൊടുക്കണേ തമ്പുരാനെ. അതുപോലെ ഞങ്ങളെ പ്രിയപ്പെട്ട ജാറങ്കണ്ടിയുടെ മൂത്താപ്പ മുഹമ്മദാജി എന്നവര്, അതുപോലെ തന്നെ നമ്മളെ ഈ സുഖമില്ലാത്ത ആളുകൾ ദ്വാരക്കാൻ പറഞ്ഞവര്, അതുപോലെ കാമ്പ്രാമുട്ടിയാര് അവരുടെ മകള് മരണപ്പെട്ട അവരുടെയൊക്കെ ആഹാരം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. ദോഷങ്ങളൊക്കെ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ക്യാൻസർ ബാധിച്ച് വിഷമത്തിലാവുന്ന ആ അബ്ദുള്ള എന്ന സഹോദരന് റബ്ബെ നീ ആയുസ് വെച്ചതാണെങ്കിൽ പൂർണ്ണമായ ശിഫ കൊടുത്ത് സലാമത്താക്കണേ തമ്പുരാനെ. റബ്ബെ നീ ആയുസ് എത്തിയതാണെങ്കിൽ വിഷമത്തിലാകാതെ ബുദ്ധിമുട്ടിലാകാതെ നീ ശിഫയാക്കി കൊടുത്ത്, നീ ആയുസ് ഉണ്ടെങ്കിൽ ശിഫയാക്കി കൊടുത്ത് സലാമത്താക്കുകയും ആയുസ് എത്തിയതാണെങ്കിൽ മശക്കത്തിലാക്കാതെ ഹുസ്നുൽ ഖാത്തിമത്ത് കൊടുത്ത് സലാമത്താക്കുകയും ചെയ്യണേ റബ്ബെ. ഞങ്ങൾ എന്നിട്ട് രോഗികളുടെ എല്ലാവരുടെയും രോഗം നീ ശിഫയാക്കണേ തമ്പുരാനെ. ഇന്നലെ ഞങ്ങൾ പ്രത്യേകം പറഞ്ഞു, പലപ്പോഴും വളരെ വിഷമത്തിലുള്ള ആമി അലിയുടെ വീട്ടിലുള്ള ആ ചെറിയ കുട്ടി നീ പൂർണ്ണമായ ശിഫ കൊടുത്ത് ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അതുപോലെ ഈ ക്ലാസ് റൂമിൽ സഹകരിക്കുകയും സഹായിക്കുകയും ഒത്താശയും ചെയ്യുന്ന എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം ബറക്കത്തും ഖൈറും നൽകണേ തമ്പുരാനെ. ആഖിബത്ത് നന്നാക്കി തരണേ തമ്പുരാനെ. നമ്മളുടെ പരലോകം വിജയിപ്പിക്കണേ അല്ലാഹ്. നാളെ ജന്നാത്തുൽ ഫിർദൗസിന്റെ അംബിയാ ഔലിയാ ശുഹദാ സ്വാലിഹീങ്ങളോട് ഒരുമിച്ച് കൂടി നിന്റെ ലിഖാ കണ്ട് ആനന്ദിക്കാനുള്ള സൗഭാഗ്യം തരണേ റഹ്മാനെ. അതുപോലെ ഞങ്ങളെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, കൂട്ടുകുടുംബങ്ങൾ, ഉസ്താദന്മാര്, മശായിഖന്മാര്, ശിഷ്യന്മാര്, ശരീക്കന്മാര്, ഭക്ഷണം തന്നവർ, വസ്ത്രം തന്നവർ, മറ്റ് സഹായ സഹകരണങ്ങളും ഒത്താശയും ചെയ്തു തന്ന എല്ലാവരെയും ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അവരുടെയും ഞങ്ങളുടെയും ദുനിയാവും ആഖിറവും നീ ഖൈറിലും സലാമത്തിലും റാഹത്തിലുമാക്കണേ റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസല്ലം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. പിന്നെ ഒരു കാര്യം ഉണർത്താനുള്ളത്, നേരത്തെ ആ ചോദ്യം ചോദിച്ച തങ്ങളുപ്പാപ്പ ശരിക്ക് അവരാരാണെന്ന് മനസ്സിലായിട്ടില്ല. ഒരു പ്രധാനപ്പെട്ട ഒരു സയ്യിദ് അവർകളെ നമുക്ക് വേണ്ടപ്പെട്ട ഒരു മുദരിസുമാണ്. നല്ല ഒരു കിതാബിയായ ഒരു ചെറുപ്പക്കാരനായ ഒരു തങ്ങളുപ്പാപ്പുണ്ട്. അദ്ദേഹത്തിന്റെ ഐഡിയ ഏതാണെന്ന് എനിക്കറിയില്ല. മഹാനവറുകള് ഒരിക്കൽ 2-3 വട്ടം എന്നോട് വിളിച്ചു ചോദിച്ചിരുന്നു, നമ്മളെ ഖുലാസ ദർസിന്റെ ക്ലാസ് നമ്മുടെ സൈറ്റിലോ മറ്റോ അത് കിട്ടാൻ ഏതാണ് ഉപയോഗിക്കേണ്ട ലിങ്ക്, അതുപോലെ തന്നെ ഫത്ഹുൽ മുഈനിന്റെ കഴിഞ്ഞു പോയ ക്ലാസ്സുകൾ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്കത് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ഈ ടെക്നിക്കലായ ഇത്തരം IT-യുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൽമുമില്ലല്ലോ. അപ്പോ നല്ല കാര്യമായ ഒരു തങ്ങളാണ്, നന്നായിട്ട് കിതാബ് തിരിയുന്ന ഒരു സയ്യിദാണ്, മുദരിസുമാണ്. അപ്പോ അവരൊക്കെ തന്നെ ആണോ എന്ന് അറിയില്ല, പുതിയ ആളാണ് കാരണം അവര് പരിചയമില്ലാത്തവരാണ്. ഏതായാലും ആ കാര്യം അതിന്റെ വേണ്ടപ്പെട്ടവര്, അതിന്റെ ലിങ്ക് കൊടുക്കാൻ അറിയുന്നവര്, അതുപോലെ തന്നെ ഈ ക്ലാസ് കേൾക്കാൻ ഉള്ള എളുപ്പമാർഗം എന്താണ് ചെയ്യേണ്ടത് എന്ന് തുടങ്ങിയ കാര്യങ്ങളും അറിയണം എന്ന് തങ്ങൾ പാപ്പ പറഞ്ഞിരുന്നു. അതിന് ഐഡിയ ഏതാണെന്ന് ചോദിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അപ്പോ ഈ വന്ന ആൾ അദ്ദേഹം തന്നെ നേരത്തെ ടെസ്റ്റ് ചെയ്തുള്ള പുതിയ ആളാണ്. ഏതായാലും അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത്, സാധാരണ പോലെ ശനിയാഴ്ച ക്ലാസ് ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് ഉണർത്തി, നാളെ ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ജലീസ് സാറിന്റെ ക്ലാസ് ഉണ്ടായിരിക്കും എന്ന് ഉണർത്തി ദുആവസിയത്തോടെ മൈക്ക് കൈമാറുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.